നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. പാലക്കാട് എലപ്പുള്ളിയിൽ ബ്രൂവറി അനുവദിക്കാനുള്ള ഇടത് സർക്കാരിൻ്റെ നീക്കം വിവാദമാവുകയാണ്. മദ്യനയത്തെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ വീണ്ടും ചർച്ചയാവുകയാണ്. കേരളത്തിൽ മദ്യം പ്രോത്സാഹിപ്പിക്കരുത് എന്ന നിലപാടാണ് സർക്കാരിന്. അങ്ങനെ ആ നിലപാടുമായി മുന്നോട്ട് പോകുമ്പോൾ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതിൽ തെറ്റുണ്ടോ എന്നാണ് പൊതുവേദി ചർച്ച ചെയ്യുന്നത്. കുടിക്കുന്നതിൻ്റെ അളവ് കൂടുന്നില്ലെങ്കിൽ ഉൽപ്പാദനം കൂട്ടുന്നതിൽ എന്തെങ്കിലും പൊരുത്തക്കേടുണ്ടോ? അങ്ങനെ ഈ വിഷയത്തിൽ പ്രേക്ഷകർക്കും പ്രതികരണം ഉളവാക്കാൻ അവസരം ഒരുക്കുകയാണ് പൊതുവേദി. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. നമസ്കാരം. മൊയ്തീൻ കുഞ്ഞാണ് എൻ്റെ ആദ്യ പ്രേക്ഷകൻ. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, കേൾക്കാമോ? ശ്രീ മൊയ്തീൻ കുഞ്ഞിന് ഈ മദ്യ ഉൽപാദനത്തെ കുറിച്ച് എന്താണ് തോന്നുന്നത്? അത് നമ്മുടെ സംസ്ഥാനത്ത് വേണോ വേണ്ടയോ? നമസ്കാരം മനു. നമ്മുടെ സർക്കാർ ഏറ്റവും കൂടുതൽ മനുഷ്യരെ ദ്രോഹിക്കുന്ന ഒരു ഏർപ്പാടാണ് മദ്യവും മയക്കുമരുന്നും. ഇത് ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിനെ നാട്ടിലെ ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് കുടുംബങ്ങൾ അനാഥയായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലെങ്കിലും ഈ സർക്കാർ ഇത് നിർത്തിക്കൂടെ? അല്ല, പക്ഷെ ആളുകൾ കുടിക്കുകയാണല്ലോ. അപ്പോൾ ഇത് മറ്റു സംസ്ഥാനങ്ങളിൽ കൊണ്ടുവരുന്നതിനേക്കാൾ നല്ലത് ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതല്ലേ എന്ന് ചോദിക്കുന്നവരോട് മൊയ്തീൻ കുഞ്ഞിന്റെ അഭിപ്രായം എന്താണ്? എന്റെ ചോദ്യമല്ല കേട്ടോ, പൊതുവെ ആളുകൾ ചോദിക്കുന്ന. ഇവിടുത്തെ സർക്കാരിന് ഏത് രീതിയിലും കാശ് കിട്ടിയാൽ മതി. ഇപ്പൊ അവിടുത്തെ പാവത്തങ്ങൾ എന്ത് ചെയ്യും? അവർക്ക് വെള്ളം കൂടി മുട്ടുന്ന ഒരു കാര്യമില്ലയോ? ശരിയാണ്, അത് വ്യക്തമാണ്. ഏതായാലും താങ്കളുടെ അഭിപ്രായം. മൊയ്തീൻ കുഞ്ഞാണ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ, കായംകുളത്ത് നിന്ന് വിളിക്കുന്നത്. അദ്ദേഹം മദ്യത്തിന് എതിരെയുള്ളൊരു നിലപാട് എടുക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. മധ്യപ്രദേശ് ആസ്ഥാനമായ ഒയാസിസ് എന്ന കമ്പനിക്കാണ് പാലക്കാട് കഞ്ചിക്കോട് സ്പിരിറ്റ് നിർമ്മാണ യൂണിറ്റ് തുടങ്ങാനുള്ള അനുമതി നൽകി സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത്. ബ്രൂവറി ആരംഭിക്കുന്നത് കാർഷിക മേഖലയ്ക്ക് ഗുണം ചെയ്യുമെന്നൊക്കെയാണ് സർക്കാരിൻ്റെ ഉത്തരവിൽ പറയുന്നത്. ഒരു പ്രേക്ഷകൻ എന്നോടൊപ്പം ചേരുന്നത് നെട്ടയത്ത് നിന്നാണ്. ശ്രീ ദാസ്. ഹലോ. ശ്രീ ദാസിന് ഈ മദ്യ ഉൽപാദനത്തെ പറ്റി എന്താണ് തോന്നുന്നത്? മദ്യം കൊടുക്കരുത്, വാങ്ങരുത്, കഴിക്കരുത് എന്നുള്ളതാണ് എന്റെ നയം. അതെ, മദ്യം ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് അല്ലേ? കുടിക്കരുത്. പക്ഷെ നമ്മുടെ സർക്കാരിന്റെ ഒരു പ്രധാന വരുമാന മാർഗമാണത്. നമ്മളെ സർക്കാരിന്റെ നയം തന്നെ അതാണ്. കാര്യം മദ്യം ധാരാളം കൊടുത്തുകൊണ്ട് മദ്യവർജനത്തിലേക്ക് പോവുക എന്നുള്ളതാണല്ലോ അവരെ നയം. അല്ല, അവര് പറയുന്നത് ഈ ബോധവൽക്കരണത്തിലൂടെയും ആളുകളെ സ്വന്തം നിരോധനത്തിലൂടെയല്ല, നിയന്ത്രണത്തിലൂടെ പിന്തിരിപ്പിക്കുക. അല്ല, അത് തന്നെ ഞാൻ പറഞ്ഞത്. മദ്യം ധാരാളം ഒഴുക്കുക, ആവശ്യത്തിൽ കൂടുതൽ എല്ലായിടത്തും കൊടുക്കുക. കൊടുത്തതിന് ശേഷം പറയുക നിങ്ങൾ വാങ്ങിയത് കുടിക്കരുത്. ഒരു വൈരുദ്ധ്യാത്മിക ഭൗതികവാദം പോലെ തോന്നുന്നുണ്ട്. അതാണ്. ശരി, ഏതായാലും വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശിവദാസൻ എന്നൊരു പ്രേക്ഷകനാണ് എനിക്കൊപ്പം ബാലരാമപുരത്ത് നിന്ന് ചേരുന്നത്. ശ്രീ ശിവദാസൻ, കേൾക്കാമോ? ശ്രീ ശിവദാസൻ, മദ്യത്തിനോട് ഉള്ള ഒരു നിലപാട് എന്താണ്? അത് ആദ്യം അറിഞ്ഞിട്ട് ഞാൻ ഉൽപാദനത്തെ കുറിച്ച് ചോദിക്കാം. മദ്യം നിർത്തണമെന്നാണോ? അറിയാലോ, പണ്ട് കുടുംബവും ഒരാളുടെ ആരോഗ്യവും എല്ലാം ക്രമസമാധാനവും ജീവൻ നശിപ്പിക്കുന്ന ഒരു സാധനമാണ്. പിന്നെ ഇവര് മദ്യം അവിടെ ലൈസൻസ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ വഴിമുക്കില് പരിശുദ്ധമായ 4 സൈഡും പള്ളിയുള്ള സൈഡില് ബാറിന് ലൈസൻസ് കൊടുത്തു. അത് പള്ളിയുടെ അടുത്താണ്. ഇനി അവർ എവിടെ വേണോ കൊടുക്കും. കാരണം അവർക്ക് ഇവിടെ യുവാക്കളോ കുടുംബമോ അല്ലെങ്കിൽ നാട്ടുകാരോ വീട്ടുകാരോ സമൂഹമോ വേണമെന്ന ചിന്തയില്ല. അവർക്ക് മദ്യവും മയക്കുമരുന്നും കൊടുക്കാണ്ട് ഓർഡർ മൊത്തം കൊടുത്തു. പക്ഷെ ഒരു കാര്യം അവർ പറയാം, എനിക്ക് ഈ പൊതുവേലി പറഞ്ഞ കാര്യം ഒന്നുകൂടി ഞാൻ പറയാം. നമ്മളെ കോവളം വിഴിഞ്ഞ സൈഡില് നമ്മളെ ഈ മസാജ് സെന്റർ ഇഷ്ടം പോലെ ഉണ്ട്. അത് ഇപ്പൊ 10-100 നടക്കുന്നുണ്ട്. അതിൽ 2-3 ലൈസൻസ് ഉള്ള, ബാക്കി എല്ലായിടത്തും ലൈസൻസ് കൊടുത്തിരിക്കുകയാണ് അധികൃതമായി. അവർക്ക് എങ്ങനെ പൈസ കിട്ടിയാൽ മതി. ഈ പാവങ്ങളെ വീട്ടിൽ തീ പോയിന്നുണ്ടോ, പാവങ്ങളെ വിട്ട് പൈസ എത്തുന്നുണ്ടോ എന്നുള്ള ചിന്ത ഈ ഗവൺമെന്റ് ഇല്ല സാറേ. ഉണ്ടായിരുന്നു ചെയ്യുമായിരുന്നോ? യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. മറ്റൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നത് ജയകുമാറാണ്. ജയകുമാർ കുറെ ദിവസമായി പൊതുവേദിയിലേക്ക് വിളിക്കാറില്ല. യൂട്യൂബിൽ കമന്റ് ഇടുന്നത് ഞാൻ കാണുന്നുണ്ട് അല്ലേ?
ഏതായാലും സന്തോഷം. ഞങ്ങളുടെ പൊതുവേദി നമ്മളോടൊപ്പം ഉണ്ട് എന്ന് ജയകുമാർ ഉണ്ട് എന്നത് വളരെ സന്തോഷം തരുന്നു. കമൻ്റൊക്കെ ഞാൻ കാണാറുണ്ട്. ശ്രീ ജയകുമാറിന് ഈ മദ്യം ഉണ്ടാക്കിയാൽ നമ്മുടെ കേരളത്തിൽ അത് പ്രശ്നം സൃഷ്ടിക്കുമെന്നാണ് തോന്നുന്നത്? അതോ ഇവിടെ കുടിയന്മാരൊക്കെ ഉള്ള സാഹചര്യത്തിൽ നമ്മൾ പുറത്തുനിന്ന് മദ്യം വാങ്ങുന്നതിനേക്കാൾ നല്ലത് ഇവിടുത്തെ തന്നെ ആളുകൾക്ക് ജോലി കിട്ടുന്ന തരത്തിൽ മദ്യം ഇവിടെ ഉൽപ്പാദിപ്പിക്കട്ടെ എന്നാണോ? എന്താണ് ശ്രീ ജയകുമാറിന് തോന്നുന്നത്? നമസ്കാരം സാറേ. നമസ്കാരം. ഞാൻ വേറെ ആളുകൾക്ക് ഒരു അവസരം കിട്ടട്ടെന്ന് വിചാരിച്ചാണ്. അപ്പൊ ഇതിൽ കൂടെ എനിക്ക് ഇടിയും ചെയ്യാം. സാറ് വായിക്കുന്നുമുണ്ട്. മറ്റുള്ളവർക്ക് ഒരു അവസരം കിട്ടട്ടെന്ന് വിചാരിച്ചാണ് വെറുതെ ഇരുന്നത്. പക്ഷെ ഇത് കണ്ടാ പിന്നെ വിളിക്കാതിരിക്കാൻ തോന്നുന്നില്ല. ഇന്നലെയും ഞാൻ വിളിച്ചിരുന്നു, മറ്റേ സ്വാമിയുടെ കേസ്. ഇത് കുറെ നാളുകൊണ്ട് ഞാൻ വിളിക്കുന്നില്ല. അപ്പൊ ഈ 2 കേസ് ഇത് വന്നപ്പോ വിളിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാല് ഈ ഏറ്റവും കൂടുതൽ ജനങ്ങളെ ദ്രോഹിച്ച് കൊള്ളയടിച്ച ഒരു മന്ത്രിയാണ് ഈ രാജു. കാരണം എല്ലാ എല്ലാ വകുപ്പിലും ചാർജ് കൂട്ടി എല്ലാ തരത്തിലും എന്താണ് ചെയ്യേണ്ടതെന്ന് ജനത്തിനെ ഉപദ്രവിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മന്ത്രിയാണ് ഇദ്ദേഹം. സാറേ, ഏത് വകുപ്പാണ് പുള്ളിയുടെ എടുത്തു നോക്കി തദ്ദേശമായി എല്ലാ കേസുകൾക്ക് എത്ര ഇരട്ടിയാണ് കൂട്ടിയിരിക്കുന്നത്. ഇപ്പൊ ഒരു കരാടയ്ക്കാൻ ചെല്ലുമ്പോ അറിയാം ഒരു എന്തെല്ലാമാണ് കൂട്ടിയിരിക്കുന്നത് ദൈവത്തിന് എന്താ അറിയാം. ഇപ്പൊ നമ്മുടെ രാജേഷ് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇതിനെതിരെ ഒരു പ്രതികരണം നടത്തുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീ രാജേഷ് പൊതുജനങ്ങളുടെ അഭിപ്രായത്തിനൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്ന ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചെറുപ്പകാലം തൊട്ട് പാലക്കാട് രാജേഷ് പൊതുരംഗത്തൊക്കെ ഉണ്ടായിരുന്ന ആളാണ്, എനിക്ക് അറിയാവുന്ന ആളാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഏതായാലും വളരെ നന്ദി. പാലക്കാട് ബാലൻ വിളിക്കുന്നുണ്ട്. അല്ലല്ല, ഒരു കേസ് ഒന്നും പറയാൻ പറ്റിയില്ല. ഒരു കേസ് സാറേ, ഇപ്പൊ ഈ പറഞ്ഞ ഇത് പോണ പോക്കിന് ഒരു കടുംപെട്ടാണ് ഒന്ന്. രണ്ടാമത് ഈ മദ്യം ഉണ്ടാക്കിയിട്ട് ആർക്ക് കൊടുക്കാനാണ്? എല്ലാ വീടുകളിലും ഇതുപോലെ വാറ്റിനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ സ്കൂൾ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കാൻ നിവൃത്തിയില്ല. അതിന് പകരം കുട്ടികൾക്ക് ഓരോ കുപ്പി വീതം എത്തിക്കാനുള്ള സൗകര്യം ചെയ്ത് കൊടുത്തെങ്കിൽ വളരെ ഉപകാരമായിട്ട്. ഏതായാലും വിമർശനം ഞാൻ അംഗീകരിക്കുന്നു. ബാലൻ പാലക്കാട് നിന്നാണ് വിളിക്കുന്നത്. ബാലൻ പാലക്കാട് എവിടെ നിന്നാണ് വിളിക്കുന്നത്? നമസ്കാരം. നമസ്കാരം. പാലക്കാട് 2 മാസമായിട്ടോ? 2 മാസമായി അല്ലേ? നമ്മുടെ ബൈ ഇലക്ഷന്റെ 2 ദിവസം മുന്നേ സംസാരിച്ചു. അതിന്റെ ശേഷം ഞാൻ പിന്നെ എന്ത് പറ്റി? തിരക്കിലായോ? കുറച്ച് തിരക്കായി. പിന്നെ ഈ കൊലപാതകങ്ങളുടെ കണക്കെടുക്കുക, സ്വാമിയുടെ കണക്കെടുക്കുക, പിന്നെ ആകെ പ്രശ്നങ്ങളായിരുന്നില്ലേ? താല്പര്യമില്ലായിരുന്നു വിളിക്കാൻ. മദ്യമായപ്പോ ഒരു താല്പര്യമുള്ള വിഷയമാണെന്ന് തോന്നിയോ? മദ്യം ഒരു താല്പര്യം. ഞാൻ ഒരു 10-30 വർഷത്തോളം ആ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഏത് മേഖല? ബാറൊക്കെ ഉണ്ടായിരുന്നോ? അത് ശരി, ഒരു ബാർ മുതലാളിയായിരുന്നു. ഇപ്പൊ ഉണ്ടോ? അല്ലല്ല, ഞാൻ ബാർമാനായിരുന്നു. ബാർ ജീവനക്കാരൻ. അപ്പൊ പല മദ്യ വിൽപ്പന മേഖലയിൽ 10-30 കൊല്ലം ജോലി ചെയ്തതാണ് അല്ലേ? അത് വളരെ എന്ന് പറഞ്ഞാൽ ഒരു 17 വയസ്സ് തൊട്ട് തുടങ്ങിയുള്ള പണിയായിരുന്നു. 4-5 വർഷമായിട്ട് ഒതുങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഈ എന്താണ് ഈ മദ്യം കുറയ്ക്കണം എന്ന് പൊതുവെ പറയുന്നു, അതാണ് നമ്മുടെ ഒരു രീതിയും. പക്ഷെ അത് എങ്ങനെയാ സാധ്യമാവുമെന്നാണ് ശ്രീ ബാലൻ കരുതുന്നത്? അത് ജനങ്ങളെ ബാധിക്കുമോ മദ്യം കുറയ്ക്കുമ്പോൾ? ജനങ്ങളെ ബാധിക്കുന്ന വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് മദ്യ ദുരന്തങ്ങളുണ്ടായി. ഒരു മിനിറ്റ് തരണം എനിക്ക് പറയാൻ പറ്റുള്ളൂ. പറഞ്ഞു. അല്ല, ഈ മേഖലയിൽ ഒരു പ്രവർത്തിച്ച ഒരാളെന്ന നിലയിൽ താങ്കളുടെ അനുഭവത്തിന് വലിയ വിലയുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം ഇവിടെ അങ്ങനെ അറിയാമല്ലോ. ഇപ്പൊ നമ്മുടെ വൈപ്പിൻ, അതല്ലെങ്കിൽ പുനലൂര്, നമ്മുടെ കുറ്റിപ്പുറം, കല്ലുവാതിക്കൽ, ഈ എല്ലാം ഏത് മേഖലയിലും അപകടം ഉണ്ടായ സമയത്തൊക്കെ ഓരോ കമ്മീഷൻ വെച്ചിട്ടുണ്ട്. ഈ കമ്മീഷനൊക്കെ കണ്ടെത്തിയ നിഗമനം ചുരുങ്ങിയ ചെലവിൽ നല്ല മദ്യം കൊടുക്കണം എന്നാണ് ഈ കമ്മീഷന്റെ ഒക്കെ. എല്ലാ കമ്മീഷന്റെയും ആകെ ഒരു ചുരുക്കം. പക്ഷെ ഇവരെന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആര് വന്നു കഴിഞ്ഞാൽ ഇതിനിങ്ങനെ പരമാവധി വില കൂട്ടിയിട്ട് ഒരു ഭാഗത്ത് നിന്ന് ഒരു പറയും മറ്റേ പിന്നെ ഒരു ഭാഗത്ത് കൂടെ ഇവര് പറയും കുറച്ച് മദ്യ നിരോധനത്തിന്റെ ഭാഗം എന്ന് പറയും, അല്ലെങ്കിൽ പിന്നെ എല്ലാവരും ആ ഉപയോഗം കുറക്കണം കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. മറുവസ്തു എല്ലാ മുക്കിലും മൂലക്കിലും ബാറും ബീവറേജും കള്ളുഷാപ്പും തുറന്നിട്ട് ഇവിടെ ഇത് ഒഴിവാക്കണം എന്ന് പറഞ്ഞൊരു കാര്യമില്ല. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ 9 പാലക്കാട് എന്ന് പറഞ്ഞ ഈ കഞ്ചിക്കോട് എലപ്പള്ളി എന്ന് പറഞ്ഞ പഞ്ചായത്തിൽ ശരിക്കും അവിടെ കൃഷിഭൂമിയിൽ വെള്ളം കിട്ടാത്ത കാരണം ഭൂമി പരിച്ചിട്ട് കിടക്കുന്ന സ്ഥലം എനിക്ക് അറിയുന്ന സ്ഥലങ്ങളെ പറഞ്ഞു. അവിടെ ഇവരെന്തൊക്കെ പറഞ്ഞാലും ഒരു ദിവസം 2 ലക്ഷം ലിറ്റർ വെള്ളം ഭൂഗർഭജലം ചൂച്ചെടുത്ത് കഴിഞ്ഞാൽ നിലവിൽ ഇപ്പൊ തന്നെ പ്രശ്നമാണ്. വാട്ടർ അതോറിറ്റി വെള്ളം കൊടുക്കുന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ തുടക്കത്തിലേ ഉണ്ടാവുന്ന ഒരു കാര്യമില്ല. നമ്മുടെ നിലവിൽ 9 ജില്ലയും കടലായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ജില്ലകളുണ്ട് അല്ലേ? ഭൂഗർഭജലത്തിൽ ചില ഉപ്പുരസം ഫിൽട്ടർ ചെയ്ത് മാറ്റാൻ പറ്റും. എന്തൊക്കെ പറഞ്ഞാലും ഈ സാധനങ്ങളൊന്നും ഒഴിവാവില്ല. അത് എത്ര പറഞ്ഞു കഴിഞ്ഞാലും അത് കൂടി വരികയാണ്.
അപ്പൊ എല്ലാ ഈ ആളുകൾ ഈ മഴനിഴൽ പ്രദേശത്തേക്ക് വരുന്നതിന്റെ ഒരു കാരണം എന്തായിരിക്കും? എനിക്ക് തോന്നുന്നു അവിടെ ഈ ഗ്രൗണ്ട് വാട്ടറിന്റെ ശേഖരമുണ്ട് എന്നൊക്കെ അന്ന് പാലക്കാടുണ്ട്. പാലക്കാട് ഇപ്പൊ നമ്മുടെ തൊട്ടടുത്തുള്ളത് കൊക്കക്കോള പ്ലാസ്റ്റിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അവിടെയാണല്ലോ. വെള്ളത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഈ പാലക്കാടത്തെ വെള്ളത്തിന്. നല്ല രുചിയുള്ള വെള്ളമാണ്. അപ്പൊ രുചിയുള്ള വെള്ളമാണ്. അതിപ്പോ ശരിക്കും മദ്യത്തിന് വന്നപ്പോ ഈ തീരദേശം അടിയിലത്തെ വെള്ളത്തിലാണെങ്കിൽ പോലും അവിടെ ഉപ്പരസം വന്ന് ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞാൽ മദ്യത്തിന്റെ ടേസ്റ്റിൽ മാറ്റം വരും. ഓഹോ, അത് ശരി. അതാണ് ഈ തമിഴ്നാട്ടിലെയും ഗോവയുടെ ഒക്കെ മദ്യത്തിന് സെയിം ആണെങ്കിലും എല്ലാ രുചിയിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ ഇതെന്താ വെച്ചാൽ ഇത് ഒഴിവാവില്ല. ഈ കുരിശ് എങ്ങനെ ഒഴിവാവില്ല? ഈ സർക്കാർ ലോട്ടോണം ഒരു ഭാഗത്ത് നിന്ന് ഇതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടായിരിക്കും വേറെ ഭാഗത്തുകൂടെ വിമുക്തി എതിർക്കാൻ നോക്കും. അതാണ് ഈ മദ്യ ഉൽപാദാക്കളൊക്കെ പാലക്കാടിന് വട്ടമിട്ട് പറക്കുന്നത്. ഞാൻ പാലക്കാട് കുറെ പാലക്കാട് ഒരു 4-5 ഫാക്ടറികളും ഉണ്ട്, മറ്റേ അമൃതരുണ്ട്, നിലവിലിപ്പോ തന്നെ ഉണ്ട് അവിടെയൊക്കെ. അപ്പൊ അത് ഒഴിവാവാത്ത നിലയ്ക്ക് ഇത് ഈ ജില്ലയിൽ നിന്ന് വിട്ടിട്ട് കുറച്ച് ഇത്രയും ഒരു ജലദൗർലഭ്യം നേരിടുന്ന ജില്ലയിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ സൗകര്യം സർക്കാരിന് എന്തൊക്കെ പറഞ്ഞാലും പുറത്തുനിന്ന് കുറച്ച് ടാക്സ് സർക്കാരിന് കിട്ടുമല്ലോ, പുറത്തു പോകണ്ടല്ലോ. അത് നല്ല കാര്യമാണ്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ദിവാകരനാണ്. ശ്രീ ദിവാകരൻ, കേൾക്കാമോ? നമസ്കാരം സാർ. നമസ്കാരം. ഈ മദ്യം ഇൻജുറിയസ് ഹെൽത്ത് അല്ലേ? പിന്നെ അതിനെ കൊണ്ടല്ലേ പിന്നെ വാഹന അപകടം, പിന്നെ കൊലപാതകം, അങ്ങനെയുള്ള മനുഷ്യനല്ലാതെ കാട്ടുമൃഗത്തിന്റെ രൂപത്തിലെല്ലാം ആയി പോകുന്നതല്ലേ. അതുകൊണ്ട് അത് തൽക്കാലം നിർത്തണം. പിന്നെ ഈ പിന്നെ തെറി പറയുന്നുണ്ട് ചില ആളെ കൊണ്ട്. അത് ഈ കള്ളത്തരായിട്ട് പിന്നെ പേര് മാറ്റി പറയുമ്പോ ഈ നമ്പർ ഫോൺ നമ്പർ ഇതിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിളിച്ച ആളെ നമ്പർ തിരിയൂലേ? അതൊക്കെ അറിയാം. അതിനെതിരെ ഒരു പരാതി കൊടുത്തത് ഓരോരാള് പറയുന്നത് ഇതെന്താ റെസ്പെക്ട് വേണം, ഡിസിപ്ലിൻ കീപ്പ് ചെയ്യണ്ടേ? എത്ര ലക്ഷാള് ലോകം മുഴുവൻ കാണുന്നില്ലേ? ഇതെന്ത് ശരിയുണ്ടാകും? എന്തെങ്കിലും അങ്ങനെയുള്ള കൂട്ടരോട് അപ്പോ ഓഫായി കളിയണോ? അല്ല, അത് നമ്മള് ഇത് നമ്മുടെ കേരളത്തിൽ പല ആളുകളും നമുക്കറിയാലോ, ഈ ശൗചാലയ ചുമരുകളിൽ എന്തെങ്കിലും എഴുതി വെക്കുക, ട്രെയിനിന്റെ വാതിലുകൾ, അങ്ങനെ ശീലിച്ചു വന്ന ആളുകളെ നമ്മൾ പതുക്കെ മാറ്റുകയാണ്. അതെ 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 വരട്ടെ. അതെ അതെ അത് ആളുകൾ അങ്ങേ പോലുള്ള ആളുകൾ ഇതിങ്ങനെ എടുത്തെടുത്ത് പറയുമ്പോൾ മറ്റാളുകൾക്ക് അത് സംബന്ധിച്ചൊരു ബോധം വരും. അങ്ങനെ ഒരു ബോധവൽക്കരണത്തിലൂടെ ഒരു മാറ്റം, നിരോധനത്തിലൂടെയല്ല ബോധവൽക്കരണത്തിലൂടെ മാറ്റുക എന്നുള്ളതാണ്. ആളെ പേര് വരും, ആധാർ കാർഡ് പോലത്തെ നമ്പർ വരുമോ? പിന്നെ അങ്ങനെ പറയുന്ന ആളോട് പറയണോ അയച്ചാത്ത ഇത് പറ്റൂല, നമ്മൾ കേസ് കൊടുക്കൂ, പോലീസ് സൈബർ സെല്ലിന്റെ കേസ് വരൂ, നിങ്ങൾ ജയിലിലായി പോകുന്നു പറയാം. എന്തായാലും പേടി ഉണ്ടാവും. ആരെയും പേടിയില്ലാതെ വർത്താനല്ല പറയുന്നത്. എന്തെല്ലാം വൃത്തിയാണ് ഓരോ കൊണ്ട് പറയുന്നത്. വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. ഏതായാലും തലശ്ശേരി നിന്ന് വിളിച്ച് ഈ ഒരു നല്ല സന്ദേശം നൽകിയതിന് വളരെ നന്ദി. വിനയചന്ദ്രൻ എന്നാണോ പേര് പറഞ്ഞത്? സുരേന്ദ്രൻ. സുരേന്ദ്രൻ എത്ര ദിവസമായി കണ്ടിട്ട്? എന്ത് പറ്റി സുരേന്ദ്രൻ? തിരക്കന്നെയാണോ? നമസ്കാരം സാറേ, എനിക്ക് പറയാനുള്ള 1-2 കാര്യങ്ങളുണ്ട്. അത് സാറ് പറയാൻ അനുവദിക്കുകയാണെങ്കിൽ പറയാം. പിന്നെ അതിനല്ലേ, പിന്നെ എന്നെ വിമർശിക്കുമ്പോൾ ഞാൻ മറുപടി പറയാം, അത്രേ ഉള്ളൂ. എന്നോട് ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയും. ഞാൻ പൊതുവേദിയിൽ കേട്ടത് സാറ് വളരെ നിസ്സാരമായി തള്ളിക്കളഞ്ഞ 1-2 കേസുകൾ സാറിന് മുന്നിലേക്ക് ഒന്ന് അവതരിപ്പിച്ചിട്ട് ഈ വിഷയത്തിലേക്ക് വരാം. ഒന്ന് വാളയാർ കേസ് സാറ് വളരെ നിസ്സാരമായിട്ടാണ് കളഞ്ഞത്. കാരണം വാദി പ്രതിയായ ഒരു കേസാണ് അത്. പോലീസിനെ നിലം തൊടാതെ അത്രമാത്രം വിമർശിച്ചിട്ടുള്ള ഒരു കേസാണ്. ആ കേസിനെ സാറ് അന്ന് പറഞ്ഞെന്താണെന്നറിയോ, വളരെ നമ്മൾ കുറെ പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ആ ചർച്ച ചെയ്തതല്ല ഇപ്പൊ വന്നിട്ടുള്ളത്. ആ വാദി പ്രതിയായിട്ടുള്ള കേസാണ്. അതിന് അതിന്റേതായ ഇമ്പോർട്ടന്റ് കൊടുത്തില്ല. ഇനി മറ്റു കേസുകളുണ്ട്, അതവിടെ നോട്ടെ, ഞാൻ പറയുന്നില്ല. ഇനി ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സാറിനോട് പറയാനുള്ളത്, നമ്മള് പുറത്തുനിന്ന് കൊണ്ടുവന്ന മദ്യം ഇവിടെ ഉപയോഗിക്കാം, അതിന് കുഴപ്പമില്ല. അതായത് DK ശിവകുമാറിന്റെയോ അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനത്ത് നിന്ന് വരുന്ന മദ്യം ഇവിടെ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. ഇവിടെ ഉണ്ടാക്കിയാൽ മാത്രമാണ് കുഴപ്പം. ഈ പാലക്കാട് നിന്ന് ഒരു ഇത് കേട്ടത്, ഗ്രൗണ്ട് വാട്ടറിന്റെ പ്രശ്നം നമുക്ക് അവിടെ പരിശോധിക്കേണ്ടതാണ്. ഗ്രൗണ്ട് വാട്ടറിന്റെ ലഭ്യതയുണ്ടോ അത് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. പിന്നെ അതുമാതിരി തന്നെ MP രാജേഷിനെ പറ്റി ഒരു ഇത് പറഞ്ഞു. MP രാജേഷിനെ സാറിന് എനിക്ക് തോന്നുന്നു സാറിന് മനസ്സിലാക്കുമെന്ന്. MP രാജേഷ് അങ്ങനെ പൈസയും കാര്യങ്ങളൊക്കെ സമ്പാദിക്കുന്ന ഒരാളല്ല. ഇതിന് മുന്നൊരു, അതായത് 8 കൊല്ലങ്ങൾക്ക് 9 കൊല്ലങ്ങൾക്ക് മുന്നൊരു ഗവൺമെന്റ് ഉണ്ടായിരുന്നു. അന്ന് ഉമ്മൻചാണ്ടി VM സുധീരനായിട്ടുണ്ടായിരുന്ന കേസുകളൊക്കെ നമുക്കറിയാം. അന്നത്തെ ഈ ബാറ് കൈകാര്യം ചെയ്തിരുന്ന, അതായത് മദ്യം കൈകാര്യം ചെയ്തിരുന്ന ഒരു മന്ത്രിയുണ്ട്. ആ മന്ത്രിയുടെ ഇന്ന് പൈസ വിജിലൻസാ അവിടെ കണ്ടുകെട്ടിയ ഒരു കേസൊക്കെ ഉണ്ട്. അതൊന്നും മറക്കരുത്. MP രാജേഷിന് ആ മന്ത്രിയോട് താരതമ്യം ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം MP രാജേഷ് എവിടെ നിൽക്കണു, ആ പറഞ്ഞ മന്ത്രി മുൻ മന്ത്രി എവിടെ നിൽക്കണു, അതൊക്കെ കേരളീയ സമൂഹത്തിന് മനസ്സിലാവും. MP രാജേഷ് ഇതിന്ന് കുറെ പൈസ ഉണ്ടാക്കാനായിട്ട് ഇത് ചെയ്യുന്നു ഞാൻ വിചാരിക്കുന്നില്ല. MP രാജേഷ് കുറച്ചും കൂടിയും
ഒരു അതായത് നേരത്തെ സാറ് പറഞ്ഞില്ലേ എം പി രാജേഷ് അതിനെ പ്രതികരിക്കുന്നു പറഞ്ഞില്ലേ, എനിക്ക് തോന്നുന്നു പ്രതികരിക്കും, ആള് അതിനെ പ്രതികരിക്കുന്നതാണ്. അങ്ങനത്തെ ഒരു മിനിസ്റ്ററാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, താങ്ക് യു സാറേ. യെസ്, ഏതായാലും വളരെ നന്ദി സുരേന്ദ്രൻ. താങ്കൾക്ക് സമയം കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി കൊണ്ട് ഞാൻ ഇത്തവണ ഒന്നും പറഞ്ഞില്ല, താങ്കൾക്ക് പറയാനുള്ള മുഴുവൻ അനുവദിച്ചിരിക്കാൻ. പക്ഷേ പെട്ടെന്ന് അപ്പോഴും നോക്കും സുരേന്ദ്രൻ്റെ ഭാഗ്യമോ നിർഭാഗ്യമോ എന്ന് എനിക്കറിയില്ല, ഒരു പ്രധാന വാർത്ത വരികയാണ്. NM വിജയൻ്റെ ആത്മഹത്യ ചെയ്ത കേസിൽ അവിടെ പ്രതിപട്ടികയിലുണ്ടായിരുന്ന IC ബാലകൃഷ്ണൻ MLA-ക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. വളരെ സുപ്രധാനമായ ഒരു നീക്കമാണ് ഇത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിഷയം വലിയ തോതിൽ ചർച്ചയായി വരികയായിരുന്നു. ഈ വിഷയത്തിൽ IC ബാലകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിർണായകമായ ഒരു ദിനമായിരുന്നു. ഈ DCC മുൻ ട്രഷററുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമാണ് സംസ്ഥാനത്ത് ഉയർന്നിരിക്കുന്നത്. ഇന്ന് കോൺഗ്രസ് നേതാക്കൾ ND അപ്പച്ചൻ ഉൾപ്പെടെയുള്ളവർ ഒളിവിലായിരുന്നു എന്ന വിവാദങ്ങൾ കൂടി പുറത്തു വരുന്നു. ഏതായാലും അങ്ങനെയല്ല എന്നവർ വാദിക്കുമ്പോഴും അത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ ജാമ്യം കിട്ടിയില്ലെങ്കിൽ കടുത്ത നടപടി ഉണ്ടാകും എന്ന ഒരു നിലപാടും ഒക്കെ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നു എന്ന വളരെ ശ്രദ്ധേയമായ ഒരു വാർത്ത, വളരെ പ്രത്യേകതയുള്ള വാർത്ത പുറത്തു വരുന്നത്. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം നൽകും എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം പ്രോസിക്യൂഷൻ ഉൾപ്പെടെ പ്രതികളെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യണം എന്ന നിലപാടായിരുന്നു ആദ്യം ഉന്നയിച്ചിരുന്നത്. എന്നാൽ കോടതി ഇപ്പോൾ അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്നതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തികഞ്ഞ ആശ്വാസം എന്ന് തന്നെ പറയാം. കാരണം ഇത് അല്ലാത്ത പക്ഷം കോൺഗ്രസിന് വലിയ പ്രതിരോധത്തിലേക്ക് നീങ്ങും എന്ന അല്ലെങ്കിൽ വലിയ തോതിൽ പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ജാമ്യ വ്യവസ്ഥകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി പുറത്ത് വരേണ്ടതുണ്ട്. അല്പനിമിഷത്തിനകം അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് നൽകാൻ കഴിയും. CV അനുമോദ് എന്നോടൊപ്പം ചേരുന്നു. CV അനുമോദ്, IC ബാലകൃഷ്ണൻ MLA, അതുപോലെ വയനാട് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, മുൻ കോൺഗ്രസ് നേതാവ് KK ഗോപിനാഥ്, ഇവരൊക്കെയാണ് കേസിലെ പ്രതികൾ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വളരെയധികം പ്രതിരോധത്തിലായ ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നു. എന്താണ് ജാമ്യത്തെ സംബന്ധിച്ചുള്ള വ്യവസ്ഥകൾ? എങ്ങനെ കോൺഗ്രസിന് ഇത് ആശ്വാസമാകും എന്ന് വിലയിരുത്താം? കോൺഗ്രസിനെ സംബന്ധിച്ച് ആശ്വാസം നൽകുന്ന വിധിയാണ് ഇപ്പോൾ കൽപ്പറ്റ ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്നും വന്നിരിക്കുന്നത്. IC ബാലകൃഷ്ണൻ, ND അപ്പച്ചൻ, KK ഗോപിനാഥൻ തുടങ്ങിയ 3 പേർക്കും ജാമ്യം നൽകിക്കൊണ്ടാണ് ഇപ്പോൾ കോടതിയുടെ മുൻകൂർ ജാമ്യം നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഉത്തരവ് വന്നിരിക്കുന്നത്. ഇതേ സംബന്ധിച്ചുള്ള ജാമ്യ വ്യവസ്ഥകൾ മറ്റ് വിശദാംശങ്ങളൊക്കെ നമുക്ക് ലഭ്യമായി വരുന്നതേയുള്ളൂ. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ കേരളത്തിലെ കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളി നീക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഈ മുൻകൂർ ജാമ്യത്തെ എതിർത്തുകൊണ്ട് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച വാദഗതികൾ കോടതി അംഗീകരിച്ചില്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമായിരിക്കുന്നത്. ഇവർക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കുന്നത് ഈ കേസിനെ ബാധിക്കില്ല എന്ന പ്രതിഭാഗത്തിന്റെ വാദം കോടതി അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാനാകുന്നത്. എന്താണെങ്കിലും ഇതിന്റെ വിശദാംശങ്ങൾ മറ്റെന്തെങ്കിലും നിബന്ധനകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ, എന്തെല്ലാമാണ് ഇതിൽ കൂടുതൽ ഈ വിധി പകർപ്പിൽ എന്ത് പറയുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അല്പസമയത്തിന് ശേഷം മാത്രമേ ലഭ്യമാവുകയുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്ന കാര്യം 3 പേർക്കും IC ബാലകൃഷ്ണൻ, ND അപ്പച്ചൻ, KK ഗോപിനാഥൻ തുടങ്ങിയ 3 പേർക്കും കൽപ്പറ്റ ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. കേരളത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്ത പ്രേക്ഷകർക്ക് മുമ്പിൽ ന്യൂസ് 18 വെക്കാനുള്ളത്. വയനാട് DCC ട്രഷറർ NM വിജയനും മകനും ജീവനൊടുക്കിയ കേസിൽ സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണന് ആശ്വാസം എന്നതാണ് വാർത്ത. 1-ാം പ്രതി IC ബാലകൃഷ്ണൻ MLA-ക്കും DCC പ്രസിഡന്റ് ND അപ്പച്ചനും KK ഗോപിനാഥിനും കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. കൽപ്പറ്റ ചീഫ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് മുൻകൂർ ജാമ്യം അപേക്ഷിച്ചത്. മുൻകൂർ ജാമ്യ ഹർജി വിധി പ്രസ്താവിക്കുന്നതുവരെ പ്രതികളെ അറസ്റ്റ് ചെയ്യരുത് എന്ന് നേരത്തെ കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ആരംഭിച്ച നിയമസഭാ സമ്മേളനത്തിൽ IC ബാലകൃഷ്ണൻ MLA പങ്കെടുത്തിരുന്നു. കേസെടുത്തതിന് പിന്നാലെ IC ബാലകൃഷ്ണൻ ഒളിവിൽ പോയി എന്ന തരത്തിലുള്ള വിമർശനങ്ങളും ഉയർന്നിരുന്നു. എന്നാൽ താൻ അങ്ങനെ ഒളിവിൽ പോയിട്ടില്ല എന്നായിരുന്നു IC ബാലകൃഷ്ണന്റെ നിലപാട്. ഏതായാലും ഈ കേസിൽ NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ കോൺഗ്രസ് നേതാക്കൾക്ക് ആശ്വാസം എന്നത്
എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഘട്ടത്തിൽ വളരെയധികം ആശ്വാസം പകരുന്നതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. NM വിജയന്റെ ആത്മഹത്യ കേരളത്തിൽ വലിയ തോതിൽ ചർച്ചയായ ഒരു വിജയമാണ്. കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരുന്നു. ക്രൈംബ്രാഞ്ചും പോലീസ് സംഘത്തിൻ്റെയും ഒരു നിലപാട്, പ്രത്യേകിച്ച് പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം എന്ന ഒരു നിലപാടുണ്ടായിരുന്നു. ഏതായാലും ഈ പ്രതികളുടെ അഭ്യർത്ഥന അല്ലെങ്കിൽ പ്രതികളുടെ അപേക്ഷ മാനിച്ചിരിക്കുന്നു കോടതി എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ആത്മഹത്യ കേസിൽ പ്രതികളായ IC ബാലകൃഷ്ണൻ MLA, DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, അതുപോലെ KK ഗോപിനാഥ് എന്നിവരുടെ ജാമ്യ ഹർജിയാണ് കോടതി പരിഗണിച്ചത്. കൽപ്പറ്റ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിച്ചത്. പ്രതിഭാഗത്തിന്റെ വാദം കേട്ട് കോടതി അത് അംഗീകരിക്കുകയായിരുന്നു. ആത്മഹത്യയിൽ IC ബാലകൃഷ്ണന് ബന്ധമില്ലെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ ശക്തമായി തന്നെ വാദിച്ചു. IC ബാലകൃഷ്ണന്റെ ശുപാർശ പ്രകാരം മറ്റൊരാൾക്ക് ജോലി ലഭിക്കുകയോ തന്റെ മകന് ജോലി നഷ്ടപ്പെടുകയുമാണ് എന്നായിരുന്നു ആത്മഹത്യാ കുറിപ്പിൽ പറഞ്ഞിരുന്നത്. ശുപാർശ കത്ത് നൽകിയ കാര്യം IC ബാലകൃഷ്ണൻ സമ്മതിച്ചാണ്. എന്നാൽ കത്ത് നൽകിയതുകൊണ്ട് ജോലി നൽകിയിട്ടില്ലെന്ന് ബാങ്കും ജോലി ലഭ്യമിച്ചിട്ടില്ലെന്ന് ഉദ്യോഗാർത്ഥിയും ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ ആരോപണങ്ങൾ നിലനിൽക്കില്ല എന്നാണ് കോടതിയിൽ പ്രതിഭാഗം വാദിച്ചത്. IC ബാലകൃഷ്ണന്റെ കത്തനുസരിച്ച് ആർക്കും ജോലി നൽകിയിട്ടില്ല എന്ന് ബാങ്ക് അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തു. സമാനമായ വാദം തന്നെയാണ് ND അപ്പച്ചനും കഴിഞ്ഞ ദിവസം കോടതിയിൽ ഉന്നയിച്ചത്. അഴിമതി ആരോപണങ്ങളെക്കുറിച്ച് അറിയില്ല എന്നായിരുന്നു പ്രതികളുടെ വാദം. അനുമോദ്, എന്തെങ്കിലും വ്യവസ്ഥകൾ ഉണ്ടോ? സ്വാഭാവികമായും ബോണ്ടുണ്ടാകും, സ്വാഭാവികമായും സ്ഥലം വിട്ടു പോകുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിക്കണമെന്ന നിബന്ധനകൾ ഉണ്ടാകും. അങ്ങനെയുള്ള സാധാരണ നിബന്ധനകൾ തന്നെയല്ലേ കോടതി ഈ ജാമ്യം അനുവദിക്കുമ്പോഴും വെച്ചിട്ടുള്ളത്? നിലവിൽ അസ്വാഭാവികമായിട്ടുള്ള അധികമായിട്ടുള്ള നിർദ്ദേശങ്ങളൊന്നും തന്നെ കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. സാധാരണ മുൻകൂർ ജാമ്യം അനുവദിക്കുമ്പോൾ നൽകുന്ന നിർദ്ദേശങ്ങൾ മാത്രമാണ് നൽകിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രതിഭാഗം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം ആത്മഹത്യയും ഇവരുടെ ഈ സാമ്പത്തിക ഇടപാടുമായിട്ട് ബന്ധമില്ല എന്നുള്ള തരത്തിലുള്ള വാദങ്ങളായിരുന്നു. അത് പ്രഥമ ദൃഷ്ടി അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു വാദമാണ്, അല്ലെങ്കിൽ ആ വാദം നടത്തിയത് കോടതി അംഗീകരിച്ചതിന്റെ ഫലമാണ് ഇപ്പോഴത്തെ മുൻകൂർ ജാമ്യം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആണെങ്കിലും ഇതിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇനി ഇപ്പോൾ ഈ കേസ് കോടതിയിൽ എത്തുമ്പോൾ തന്നെ ND അപ്പച്ചനും KK ഗോപിനാഥനെ തുടങ്ങിയവർ ഫോണിലൊന്നും ആരുടെയും ലഭ്യമാകുന്ന അവസ്ഥയിലായിരുന്നില്ല. അവരൊക്കെ ഒളിവിലായിരുന്നു. ഇനി അവരുടെ പ്രതികരണം ഇതിൽ വരേണ്ടതുണ്ട്. IC ബാലകൃഷ്ണന്റെ സാഹചര്യം, അദ്ദേഹം നിയമസഭയിൽ ഹാജരായിരുന്നു, അദ്ദേഹത്തിന് അറസ്റ്റ് ഉണ്ടാവില്ല എന്ന് ഉറപ്പിന്റെ സാഹചര്യത്തിലാണ് അദ്ദേഹം നിയമസഭയിൽ എത്തിയത്. ഇന്നിപ്പോൾ മുൻകൂർ ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ അവർക്ക് കുറെ കൂടി ആശ്വാസത്തോടെ ഈ ഒരു കേസിനെ നേരിടാൻ സാധിക്കും. എന്നാണെങ്കിലും കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഈ മുൻകൂർ ജാമ്യം ലഭിച്ചതോടെ ഇല്ലാതെയായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. യെസ്, വ്യക്തമാണ് അനുമോദ്. ഏതായാലും അതാണ് ഏറ്റവും പുതിയ വാർത്ത. വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും ആത്മഹത്യ കേസിൽ കോൺഗ്രസ് നേതാക്കൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു. IC ബാലകൃഷ്ണൻ MLA, അതുപോലെ DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, KK ഗോപിനാഥ് എന്നിവർക്കാണ് ജാമ്യം ലഭിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോൾ പ്രതികൾ ഹാജരാകണം എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം കേസിൽ ഡിജിറ്റൽ തെളിവുകൾ ഉണ്ടെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. കേസിൽ നിർണായക സാക്ഷി സ്വാധീനിക്കപ്പെട്ടതായി സംശയമുണ്ട് എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. 1000 പേജുള്ള കേസ് ഡയറി കോടതി പരിശോധിച്ചു. മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടാൽ പ്രതികൾക്ക് ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വരുമായിരുന്നു. ഇതിനിടെ കേസിൽ ആത്മഹത്യയും അനുബന്ധ കേസുകളും അന്വേഷിക്കുന്നുണ്ട് എന്ന് ക്രൈംബ്രാഞ്ചും വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ഡിസംബർ 25-നാണ് DCC ട്രഷററായിരുന്ന NM വിജയൻ മകൻ ജിജേഷിനെയും വിഷം കഴിച്ച നിലയിൽ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. പിന്നീട് 27-ന് ഇരുവരും മരിക്കുകയും ചെയ്തു. NM വിജയന്റെ മരണത്തിൽ പ്രതികരണത്തിന് പിന്നാലെ IC ബാലകൃഷ്ണൻ ഒളിവിൽ പോയി എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തുവന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ 2 വീഡിയോ സന്ദേശങ്ങൾ പറഞ്ഞ് പുറത്തുവിട്ട താൻ ഒളിവിലല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. സുഹൃത്തിൻ്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ കർണാടകയിൽ പോയതാണ് എന്ന് ആണ് IC ബാലകൃഷ്ണൻ ആ ഘട്ടത്തിൽ വിശദീകരിച്ചത്. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമുള്ളൊരു വാർത്ത. പൊതുവേദി ഈ വിഷയം ചർച്ച ചെയ്യണം എന്ന് പലരും പല ഘട്ടങ്ങളിൽ ആവശ്യപ്പെട്ട് നമ്മൾ ചർച്ചയും ചെയ്തതാണ്. ഒരു വട്ടം കൂടി നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ഈ വിഷയം ചർച്ച ചെയ്യാം. ഇപ്പോൾ നമ്മൾ നേരത്തെ വന്ന കേസിലേക്ക് തന്നെ വരികയാണ്. ഇപ്പോൾ എന്നോടൊപ്പം ദാസൻ കേൾക്കാമോ? കേൾക്കാം. ഈ മദ്യം ഒരു വലിയ വിവാദമായി കേരളത്തിൽ വരികയാണ്. മദ്യ ഉൽപാദനം പ്രശ്നമാവുകയാണ്. അതിനെ സംബന്ധിച്ചുള്ളൊരു തർക്കത്തിൽ ശ്രീ ദാസന്റെ നിലപാടെന്താണ്? ഞാൻ ഒരു ഒറ്റ കാര്യം പറയാം.
കാര്യം നിങ്ങൾ ചിന്തിക്കാന്ന് വെച്ചാൽ ഇന്നലെ ഒരു മനുഷ്യൻ എനിക്ക് ഭയങ്കര ഒരു പ്രയാസം തോന്നി. ഒരു മനുഷ്യൻ ഞാൻ എൻ്റെ ഒരു നിലപാട് പറഞ്ഞതിന് ശേഷം അവിടെ ഒരു ഉമേഷ് എന്ന് പറഞ്ഞ വിദ്വാൻ എന്റെ അച്ഛന് മാത്രം അച്ഛന്റെ അച്ഛനെ വരെ എന്തൊരു മനുഷ്യനായി ഇവനൊക്കെ. നിങ്ങൾ ഒന്ന് പറയണം, ഇങ്ങനത്തെ ആൾക്കാരെ നിങ്ങൾ കൃത്യമായിട്ട് ഇവരെ നിങ്ങൾ ഒഴിവാക്കേ പറ്റൂ. കാര്യം ഇയാൾ എന്നെ വിളിച്ച തീവ്രവാദി ദാസൻ, ഞാൻ തീവ്രവാദി തന്നെ. പക്ഷെ ഇയാളെ പോലത്തെ ഹിന്ദു തീവ്രവാദിയല്ല, ഞാൻ നല്ല കമ്മ്യൂണിസ്റ്റ് തീവ്രവാദ ആശയത്തെ വിശ്വസിച്ച ആളാണ്. ഇവനെ പോലത്തെ ഉന്മൂലനം ഞാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അല്ല ഉന്മൂലനം വേണ്ട, നമുക്ക് പോട്ടെ, സാരമില്ല. അല്ല അങ്ങനെ പറയാൻ പാടില്ല. ഒരു അച്ഛനെ എനിക്ക് മനസ്സിലായി, എനിക്ക് അങ്ങയുടെ ആ വികാരം ഞാൻ ഉൾക്കൊള്ളുന്നു. പൊതുവേദി അങ്ങേക്കൊപ്പം നിൽക്കുന്ന ആരെയും അധിക്ഷേപിക്കുന്നതിൽ പൊതുവേദി അതിൽ താല്പര്യം. എന്തൊരു മനുഷ്യനാണ് ഇയാളൊക്കെ, എന്തൊരു വൃത്തികളൊക്കെ. ഇയാള് BJP RSS ലീരം കൂടിയത് വേനാണ്, കൂടിയാനോ ഞാൻ ശരിയില്ലെന്ന് അയാളോട് പറഞ്ഞേക്കണം. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഷൈജിൻ ആലപ്പുഴയിൽ നിന്ന് നൈജിൻ കാര്യം പറഞ്ഞു. ഇതിപ്പം സ്പിരിറ്റ് എന്ന് പറഞ്ഞ സംഗതിയാണ് മദ്യമാകുന്നത്. അത് സാറേ ഇത് വെളിയിൽ നിന്ന് കൊണ്ടുവരുന്ന സംഗതിയാണിത്. സ്പിരിറ്റ് ഉണ്ടാക്കുന്നത് കൂടുതലും ചോളം അങ്ങനെയുള്ള വസ്തുക്കളില്ലേ. എനിക്കെന്തോ നൈജിൻ താങ്കളുടെ ടെലിഫോണിൽ എന്തോ പ്രശ്നമുണ്ട്. ജോയ് മാത്യു ആണോ അടൂരിൽ നിന്ന് ചേരുന്നത്? അടൂരിൽ നിന്ന് ജോസ് മാത്യു. ശ്രീ ജോസ് മാത്യു. ജോസ് മാത്യു നമ്മുടെ പ്രേക്ഷകനാണ്. പറയൂ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിവാദമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഈ മദ്യം എന്ന് പറയുന്നത്. അതായത് അടിസ്ഥാന വിഷയങ്ങൾ പോലും ജനങ്ങൾക്ക് അറിയില്ല. എതിർക്കുന്നവർ ഒരു ഭാഗത്തുണ്ട്, കണ്ണും പൂട്ടി എതിർക്കുക. എന്താണ് ഇതിന്റെ വസ്തുത, എന്താണ് ഈ ഒരു കമോഡിറ്റി എന്നുള്ളത്. അനുകൂലിക്കുന്നവരായിട്ട് അങ്ങനെ അധികം ആൾക്കാരൊന്നുമില്ല. മദ്യം ഇവിടെ ഒരു വ്യാപകമായി വിതരണം ചെയ്യുന്നു. പക്ഷെ അപ്പം ഈ മാധ്യമങ്ങൾ എന്നുള്ള നിലയിൽ നിങ്ങളെ ഇതിന്റെ ഈ ഇന്ത്യയിലെ കേരളവും മറ്റ് സംസ്ഥാനങ്ങളും തമ്മിൽ ഒരു താരതമ്യം നടത്തിയെങ്കിലും വസ്തുതകൾ അറിയിക്കാനൊന്ന് തയ്യാറാകണം. കേരളത്തിൽ എത്ര മദ്യശാലകളുണ്ട്, തമിഴ്നാട്ടില്, കർണാടകയില്, അതായത് പിന്നെ ആളോഹരി, പെർ ക്യാപിറ്റ പിന്നെ മദ്യ ഉപഭോഗം, പെർ ക്യാപിറ്റ മദ്യ ഷോപ്പുകളുടെ എണ്ണം, ഇതെല്ലാം നമ്മൾ എല്ലാ തവണയും കൊടുക്കുന്നതാണ്. 2019 നമുക്ക് കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ചൊരു കണക്ക് പുറത്തുവിട്ടിരുന്നു. മദ്യ ഉപഭോഗത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഛത്തീസ്ഗഡ് ആണ്. 35.6% ആളുകളാണ് അവിടെ മദ്യം ഉപയോഗിക്കുന്നത്. 2-3 സ്ഥാനങ്ങളിൽ ത്രിപുരയും ഗോവയും അരുണാചൽ പ്രദേശ് നിൽക്കുന്നു. മദ്യം കഴിക്കുന്ന പുരുഷന്മാരെ മാത്രം കണക്കിലെടുത്താൽ അത് ത്രിപുരയാകും മുന്നിൽ. 2ാം സ്ഥാനത്താവും ഛത്തീസ്ഗഡ്, 3ാമത് അരുണാചൽ പ്രദേശ്. കേരളത്തിന്റെ മദ്യ ഉപഭോഗം 12.4% മാത്രമാണ്. പുരുഷന്മാരാണ് കൂടുതൽ കേരളത്തിൽ കുടിക്കുന്നത്. അങ്ങനെ കണക്കുകളൊക്കെ ഉണ്ട് ദേശീയ അടിസ്ഥാനത്തിൽ മദ്യോപഭോഗം ഉണ്ടെന്ന് പറഞ്ഞാലും ഇത് ജനങ്ങൾ ഇത് ശ്രദ്ധിക്കുന്നൊന്നുമില്ലല്ലോ, സാധാരണക്കാരന്. അത് നമ്മൾ ഒരു ചർച്ചയാക്കുമ്പോൾ രണ്ട് ഭാഗത്തും ചേരുന്നു. പിന്നെ കേരളത്തിലെ മദ്യത്തെ ഒഴുക്കുന്നു എന്നൊക്കെ രീതിയിലാണ് ഈ പ്രതിപക്ഷം. അത് അവരുടെ രാഷ്ട്രീയമാണ്. തീർച്ചയായിട്ടും അവർക്ക് അതിനുള്ള അവകാശമുണ്ട്. അപ്പൊ ഇതിന്റെ അടിസ്ഥാന വിഷയം മനസ്സിലാക്കണം. നമുക്ക് ഈ രാജ്യത്ത് ഇന്ത്യയിൽ ഒരു മദ്യ സ്ഥാപനം തുടങ്ങണമെങ്കിൽ അല്ലെങ്കിൽ ഡിസ്റ്റിലറി തുടങ്ങണമെങ്കിൽ അതിന് അനുകൂലമായിട്ടുള്ള പിന്നെ നയങ്ങൾ ഉണ്ടാകണം, നിയമ നടപടികൾ ഉണ്ടാകണം. ആ രീതിയിലാണ് പിന്നെ പാലക്കാട്ട് ഇപ്പൊ അനുവദിച്ചിരിക്കുന്നത്. അതിപ്പോ കേരളത്തിൽ ആവശ്യമായ സ്പിരിറ്റ് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടണം എന്നുള്ളതാണ് കേരളത്തിലെ സർക്കാരിന്റെ മദ്യനയം. അതിന് അനുകൂലമായിട്ട് ഒരു പിന്നെ കോൺട്രാക്ടർക്ക് അനുമതി കൊടുത്തു എന്നതാണ്. അതിന്റെ പുറകോട്ട് നമ്മൾ ഇതിനെ പറയുമ്പോൾ മദ്യം ഇവിടെ ഒഴുക്കുന്നു എന്ന് പറയുന്നത് ശരിയായ ഒരു കാര്യമല്ല. നമ്മള് മദ്യ ഉപയോഗം കുറയുക കേട്ടോ ജോസ് മാത്യു. മദ്യ ഉപയോഗം അങ്ങ് പറഞ്ഞ പോലെ ഞാൻ പരിശോധിക്കുകയായിരുന്നു, അത് കുറയുകയാണെന്നാണ് മനസ്സിലാകുന്നത്. പക്ഷെ എന്നാലും ഇത് കുറഞ്ഞിട്ടും എവിടെ എത്തിയിരിക്കും? ദിവസേന 5.95 ലക്ഷം ലിറ്റർ മദ്യമാണ് നമ്മൾ. തീർച്ചയായിട്ടും. പക്ഷെ നമ്മൾ ഈ ലോകത്തെ ഒരു യൂണിറ്റ് ആയിട്ട് കണക്കാക്കുമ്പോഴേ, ഇന്ത്യ ഒരു യൂണിറ്റ് ആയിട്ട് കണക്കാക്കുമ്പോഴേ, നമ്മൾ ഈ കേരളത്തിന്റെ അതിർത്തിക്കകത്ത് വെച്ചിട്ട് നമുക്കിതിനെ പിന്നെ നിർത്താൻ പറ്റുമോ? നമുക്കിതിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? നമുക്കിതിനെ കുറച്ചു കൊണ്ടുവരിക. നമുക്ക് മദ്യം നല്ലതല്ല എന്നുള്ള സന്ദേശം നൽകുക. മദ്യപാനത്തെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക. നമുക്ക് കർണാടകയുണ്ട്, അപ്പുറത്ത് തമിഴ്നാടുണ്ട്, ബീഹാർ, പിന്നെ അതുപോലെ ഗോവയുണ്ട്, മഹാരാഷ്ട്രയുണ്ട്. അവിടങ്ങളിലെല്ലാം ഇത് വ്യാപകമായിട്ടുണ്ടെന്ന്. ഇത് കേരളത്തിൽ നമ്മൾ ഇതിനെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിക്കുക. കൊച്ചു കുട്ടികളിൽ തൊട്ട് നമുക്ക് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക. ഇത് മദ്യത്തിന്റെ ഉപഭോഗം കുറയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക. അതിനുവേണ്ടി പരിശ്രമം നടത്തുക. അവർക്ക് വേണ്ടി വേണമെങ്കിൽ മദ്യത്തിലെ തടയാൻ വേണ്ടി ജനങ്ങൾക്ക് ആരോഗ്യ കേന്ദ്രങ്ങളിലെ സഹായം നൽകുക. പക്ഷെ നമ്മൾ ഇതിനെ വെറും മോശമായിട്ട് ഇത് നമ്മളൊരു ടൂറിസ്റ്റ് സംസ്കാരമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഇതൊരു ഇൻഡസ്ട്രിയാണ്. ഈ രാജ്യത്തൊരു ഇൻഡസ്ട്രിയാണ്. കേരളത്തിന് അത് മാറി നിൽക്കാൻ പറ്റും. മദ്യത്തിനുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഒരു വശത്തുണ്ട്, ടൂറിസം ഉണ്ട്. ഏതായാലും 5.95 ലക്ഷം ലിറ്റർ വിദേശ മദ്യം കേരളത്തിൽ ഇത്രയും ടൂറിസ്റ്റുകൾ കുടിക്കുമോ എന്ന് എനിക്ക് സംശയമാണ്. നമ്മുടെ നാട്ടുകാരാണ് കൂടുതലും കുടിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളെ ഈ രാജ്യത്തും ഈ ഗൾഫ് കൺട്രീസിലും വിദേശ രാജ്യങ്ങളിലും എല്ലാം ഈ
മദ്യം എന്നുള്ള ഒരു വസ്തു കമ്മോഡിറ്റി ഉണ്ടെങ്കിൽ അത് കേരളത്തിലായിട്ട് ഇപ്പൊ ബീഹാറിൽ നോക്കൂ, ബീഹാറിൽ കഴിഞ്ഞ 5 വർഷം നടന്ന മദ്യ ദുരന്തങ്ങളിൽ നടന്ന ആൾക്കാർ മരിച്ചു നോക്കും. 100 കണക്കിന് പേരാണ് മദ്യ ദുരന്തത്തിൽ കൂടി അവിടെ മരിക്കുന്നത്. ഏറ്റവും മോശമായ ലിക്കറാണ് അവിടെ ആൾക്കാർ വാങ്ങിക്കഴിക്കുന്നത്. ബീഹാറിലെ കഴിഞ്ഞ സർക്കാർ വന്നിട്ട് 5 വർഷമായിട്ട് മദ്യ നിരോധനം നടപ്പാക്കിയത്. ഞാൻ ഈ അടുത്ത് ബീഹാറിൽ ചെന്ന് അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഛത്തീസ്ഗഡിൽ നിന്ന് ഇത് കള്ളക്കടത്തായി കൊണ്ടുവന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ഞാൻ ഇപ്പോൾ അത് ആലോചിച്ചു. ഈ ഛത്തീസ്ഗഡിൽ ഇത്രയും കുടിയന്മാരുണ്ടോ എന്ന് ഞാൻ ആലോചിച്ച് പോയി, കണക്കൊന്ന് പരിശോധിച്ചു അങ്ങ് പറഞ്ഞപ്പോൾ ഇപ്പോഴേ എനിക്ക് അതിൻ്റെ ഒരു റിലേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഛത്തീസ്ഗഡിൽ നിന്ന് ഇത് വൻതോതിൽ ബീഹാറിലേക്ക് കടത്തുകയാണ്, എന്നിട്ട് പിന്നെ അവിടെ ഇരുന്ന് കുടിക്കുകയാണ് ആളുകൾ. അപ്പോൾ പക്ഷേ ഒരു വലിയ തോതിൽ അത് നിയന്ത്രിച്ചിട്ടുണ്ടോ? കാരണം പരസ്യമായ നമ്മുടെ കേരളത്തിലെ ഈ കമ്മോഡിറ്റിയെ ഒരു നല്ല രീതിയിൽ, അതായത് പിന്നെ ആൾക്കാരിൽ ഇത് വ്യാപകമായി അല്ലെങ്കിൽ പുതിയ ജനറേഷൻ ഇതിനെ വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യം ഒഴിവാക്കാനുള്ള ക്യാമ്പയിൻ നിങ്ങൾ നടത്തുക, കൃത്യമായ വിവരങ്ങൾ നൽകുക. ഇതിപ്പം അപ്പുറത്ത് ഈ കേരളത്തിലെ നമ്മൾ ഈ പറഞ്ഞ പോലെ 1034 സ്ഥാപനങ്ങളുണ്ട്, കോർപ്പറേഷന്, മുനിസിപ്പാലിറ്റി, നമ്മുടെ പഞ്ചായത്തുകൾ, ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെടെ. ഇവിടെ കേരളത്തിലാകെ 800 മദ്യ ഷോപ്പുകളാണുള്ളത്. ഇവിടെ വ്യാപകമായി എങ്ങും ഇല്ലെന്നേ. ആൾക്കാർ വണ്ടി പിടിച്ചു, പിന്നെ ഓട്ടോ പിടിച്ചു, പിന്നെ ഒരുപാട് പൈസ മുടക്കിയൊക്കെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഇപ്പൊ പഴയ പോലെ ക്യൂ ഇല്ല, എവിടെയും ക്യൂ ഇല്ല. ഇപ്പൊ കോടതി തന്നെ പറഞ്ഞു മാന്യമായ ഒരു സ്ഥാപനമാക്കി ഇതിനെ മാറ്റണം. അത് ചെയ്യണ്ടേ? ഇപ്പൊ കേരളത്തിലെ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് ഡിസ്റ്റിലറിയില് ഇവിടെ സ്പിരിറ്റ്, നല്ല ക്വാളിറ്റി ഉള്ള സ്പിരിറ്റ് കേരളത്തിൽ ഉൽപ്പാദിപ്പിച്ചു കൊടുക്കണം. അതാണ് സർക്കാരിന്റെ ഒരു നയം. താങ്കളുടെ അഭിപ്രായം മറ്റു പ്രേക്ഷകർ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ്. വളരെ നന്ദി അവിടുന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്ത്. രവീന്ദ്രൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? അതെ 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 അതെ. ശ്രീ രവീന്ദ്രന് എന്ത് തോന്നുന്നു? നമ്മുടെ നാട്ടിൽ ബ്രൂവറികൾ ഇങ്ങനെ വർദ്ധിക്കേണ്ടതുണ്ടോ, അതോ നമ്മളിത് പതുക്കെ പതുക്കെ മദ്യത്തിൽ നിന്ന് നടന്നകലാൻ ഇത് വേണോ? ഇല്ല സാറേ, ഇപ്പൊ ആ പുള്ളിക്കാരൻ പറഞ്ഞ പോലെ നമ്മളിത് എല്ലാ ജില്ലകളിലും സ്ഥാപിക്കണം. അതുപോലെ റേഷൻ കട വഴിയും അതുപോലെ ബാവലി സ്റ്റോർ വഴിയും സപ്ലൈകോ വഴിയും എല്ലാം കൊടുത്ത് എല്ലാവർക്കും മദ്യം കൊടുത്ത് എല്ലാവരും എല്ലാം തൃപ്തിപ്പെടുത്തി നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുള്ളവർ. എന്റെ പൊന്ന് സാറേ, ഓരോ കുടുംബത്തിൽ നടക്കുന്ന ലോട്ടറിയും കള്ളും കുടിച്ചിട്ട് ആ കുടുംബം ഇരുന്ന് കരയുന്നത് ഇന്നലെ കണ്ട ഒരുത്തൻ മദ്യപിച്ചിട്ടല്ലേ, അവൻ മദ്യപാനിയല്ലേ, വടിയെടുത്ത് ഇരുമ്പ് വടിയും കൊണ്ട് പോയി ഒരു കുടുംബത്തിന് 4 പേരെ അവൻ ഒരാൾ ആറായി കിടക്കുന്നു. ഇതുപോലുള്ള സംഭവങ്ങൾ ഇതുപോലെ ഉണ്ടായിട്ട് ഇതിനെയൊക്കെ ന്യായീകരിക്കുക എന്ന് പറഞ്ഞത് ദൈവദോഷമാണെന്നല്ലാതെ എന്ത് പറയും? ഇതൊക്കെ വേണം. ഇത് കുടിക്കുന്നതിന് ഇവര് പറഞ്ഞു മദ്യം നിർത്തി കഴിഞ്ഞാൽ കഞ്ചാവും കള്ളും മയക്കൂരും വേരും മറ്റുള്ളൂ. ഇതിൽ എന്തെങ്കിലും കുറവുണ്ടോ? അതിനെന്തെങ്കിലും കുറവുണ്ടോ? ഒന്നും കുറവ്. ഇതെല്ലാം നടക്കുക. അത് കേരളത്തില് ഇതെല്ലാം കൊണ്ടുവന്നില്ല. ഈ കേരളം പിടിച്ചു നിൽക്കുകയല്ലേ, ഈ മദ്യം ലോട്ടറിയിലെ കേരളം നിൽക്കുകയെന്നുള്ള സത്യം അത് പിടിച്ചു പറഞ്ഞാൽ മാത്രം മതി. അല്ലാതെ ജനങ്ങളെ പോയി മദ്യമെല്ലാം ഒഴുകി കൊടുത്തിട്ട് അവരുടെ എല്ലാം വീടുകളിൽ പോയി നിങ്ങൾ കുടിക്കരുത് കേട്ടോ, ഇത് മോശമായില്ല, ഇത് പറയേണ്ട കാര്യമില്ല. അതിന് പുറത്ത് എഴുതി വെച്ചിട്ടില്ലേ? മദ്യപാന ആരോഗ്യത്തിന് കാര്യമായിരുന്നു എഴുതി വെച്ചിട്ടില്ലേ? ഏതായാലും വളരെ കൃത്യമാണ്. മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നുണ്ട്. രവീന്ദ്രൻ, താങ്കളുടെ അഭിപ്രായം വളരെ കൃത്യമാണ്. ശ്രീ ബാലേന്ദ്രൻ UP-യിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ബാലേന്ദ്രൻ, ഏതായാലും താങ്കൾ വിളിച്ചത് നന്നായി. നമുക്ക് ഈ കേരളത്തിൻ്റെ ഒരു സാഹചര്യവും മറ്റു സംസ്ഥാനങ്ങളുടെ സാഹചര്യവും വിലയിരുത്താൻ അങ്ങേപോലെ കൃത്യമായി അറിയുന്ന ഒരാളുണ്ടാവില്ലെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം കേരളത്തിൽ മദ്യപാനികൾ ധാരാളമാണ് എന്ന് നമ്മൾ പറയുന്നു. കണക്കൊരു പക്ഷേ നമ്മൾ കുറച്ച് പുറകിലൊക്കെ ആയിരിക്കും, എങ്കിലും വലിയ തോതിൽ നമ്മൾ മദ്യം കൺസ്യൂം ചെയ്യുന്നു. അപ്പോൾ ഈ മദ്യം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു, കൊലപാതകം, ആക്സിഡൻറ്റ്, വീട്ടിൽ കുടുംബ വഴക്ക്. അപ്പോൾ ഇത് നമുക്ക് നിയന്ത്രിക്കാൻ മദ്യ നിയന്ത്രണം വഴി സാധ്യമാണോ, അതോ നല്ല മദ്യം കൊടുത്ത് നല്ല ബ്രൂവറികൾ ഉണ്ടാക്കി ഇതിനെ നിയന്ത്രിക്കാൻ കഴിയുമെന്നാണോ കരുതേണ്ടത്? ആദ്യമേ നമസ്കാരം പറയാം. നമസ്കാരം. പിന്നെ എനിക്ക് സംസാരിക്കാൻ കുറച്ച് സമയം തരണമെന്ന് പറയുന്നുണ്ട്. പറഞ്ഞു ആയിക്കോട്ടെ. അതെന്താ അറിയോ, ഇത് മലയാളികൾ കൂടി മലയാളികളെ നശിപ്പിക്കുന്ന ഒരു ഇതായിട്ടാണ്. ഇപ്പൊ നാടാലപ്പോ ഒരു രാഷ്ട്രീയ പാർട്ടിയാണോ കേരളം ഭരിക്കുന്നത്? ഈ അപ്പുറത്തുള്ള ഒരു ഇഷ്ടം പോലെ ഭരിച്ചിട്ടില്ലേ? അതിൽ BJPക്ക് മാത്രമേ ഭരിക്കാൻ ചാൻസ് കിട്ടാത്തുള്ളൂ. പക്ഷെ ആര് ഭരിച്ചെന്ന് ഇത് നിലയ്ക്ക് നിർത്തേണ്ട കേസാണെങ്കിൽ ഏതോ കാലത്ത് നിലയ്ക്ക് നിർത്തിക്കൂടായിരുന്നോ? പിന്നെ ഇത് കേരളത്തിന് മാത്രമാണ് ഈ വർത്താനം കാര്യങ്ങളുള്ളൂ. കേരളം വിട്ടു കഴിഞ്ഞാൽ കുടിയന്മാരുടെ 5 കളിയാണ്. ഒരു ബുദ്ധിയും ബോധമില്ലാതെ ബ്രാൻഡ് ഷാപ്പൊക്കെ നേരം വിളിച്ചപ്പോ പൊത്തിന്റെ അടിയിൽ കൂടെ ഞങ്ങൾ രാവിലെ പുറത്തേക്ക് ഇറങ്ങുമ്പോ പൊത്തിന്റെ അടിയിൽ കൂടെ കുടിക്കാൻ നിൽക്കുന്ന ആളുകളാണ്. പിന്നെ നമ്മളെ കുറ്റം പറഞ്ഞിട്ടാണ് ആളുകളെ, പബ്ലിക്കിനെ കുറ്റം പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. ഒരാളും നമ്മളെ വായയിൽ ഇത് ഒഴിച്ചു തരുന്നില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ കഞ്ചാവിന്റെ തോട്ടങ്ങളാണ്. നമ്മുടെ നാട്ടിൽ ഒരു ചെടി കണ്ടു കഴിഞ്ഞാൽ പിടിച്ചുകൊണ്ടുപോയി കലക്കി കുടിക്കാണ് എല്ലാ ആളുകളും. അത് ശിവരാത്രിയുടെ സമയങ്ങളിലൊക്കെ ബാങ്ക് കലക്കി കൊടുക്കുകയാണ്. ആ സമയത്ത് അത് നിയമപരമായി അതിന് തടസ്സമില്ലെന്ന് തോന്നുന്നു അല്ലേ? അതിന്റെ ഇത് ആവശ്യമുള്ളവന് കുടിച്ചാ പോരെ. ഇതിപ്പോ നിർബന്ധമായിട്ട് ആരും, ഇതിപ്പോ ഏത് ഗവൺമെന്റിനോ കോടതിക്കോ നമ്മളെ നിർബന്ധിച്ച് ഒരു തുള്ളി നമ്മുടെ വായിൽ ഒഴിച്ചു തരാൻ പറ്റില്ല.
അത് നമ്മൾ വേണ്ടെന്ന് ഒരു മനുഷ്യൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ഗവൺമെന്റ്, ആ കോടതികൾ ആ നിയമങ്ങൾ പരാജയപ്പെടുള്ളൂ. നിർബന്ധിച്ച് നമ്മളെ അടിച്ചേൽപ്പിക്കുന്ന നിയമങ്ങൾ ഉണ്ടെങ്കിൽ അത് പരാജയപ്പെടുള്ളൂ. വ്യക്തമാണ്. അതുപോലെ വോട്ട് ചെയ്യുന്നത് നമ്മുടെ അവകാശമാണ്. നമുക്ക് പറ്റിയ കാര്യങ്ങൾ ഒരു ഗവൺമെന്റ് ചെയ്യുന്നില്ലെങ്കിൽ ആ ഗവൺമെന്റിനെ അവിടെ ഇറക്കണമെങ്കിൽ അത് ഒരു പബ്ലിക് വിചാരിക്കണ്ടേ? പബ്ലിക് അങ്ങനെ വിചാരിക്കില്ല. അപ്പൊ നമ്മുടെ തെറ്റല്ലേ? വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും ഉത്തർപ്രദേശിൽ നിന്ന് വിളിച്ച അഭിപ്രായം പങ്കുവച്ചിട്ടുണ്ട്. ഫസലുർ റഹ്മാൻ എന്നോട് എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിനും ഒരു ചർച്ച വേണമെന്നാണോ ഫസൽ ഉദ്ദേശിക്കുന്നത്? നമുക്ക് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നിസ്സാരമായൊരു വിഷയമല്ല. 5 ലക്ഷം കോടി ലിറ്ററോ മറ്റോ ആണ്. 5 ലക്ഷം ലിറ്ററാണ് മദ്യം ഒരു ദിവസം ഇവിടെ കഴിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയുമെന്നത് ഒരു വലിയ ചർച്ചയാക്കേണ്ട ഒരു വിഷയമാണ്. രാധാകൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ ചാത്തന്നൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ പക്ഷേ കുറേ ദിവസമായി പൊതുവേദിയിലേക്ക് വിളിച്ചില്ല. ഏതായാലും ഇന്ന് അദ്ദേഹം പൊതുവേദിയിലേക്ക് വിളിച്ചിരിക്കുകയാണ്. വളരെ സന്തോഷം ശ്രീ രാധാകൃഷ്ണൻ. നമ്മൾ അതിന്റെ കാരണം ഞാൻ വിളിക്കാത്തതിന്റെ കാരണം വിളിക്കാത്തത് കൊണ്ടല്ല, ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രമിക്കുമ്പോൾ കിട്ടുന്നില്ല അല്ലേ ടെലിഫോൺ? അതെ, നമ്മൾ അതിനകത്തൊരു അരമണിക്കൂർ എന്നുള്ളത് 1 മണിക്കൂറാക്കിയത്. പണ്ട് നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു കച്ചവട സ്ഥാപനം, ഒരു വഴിയിൽ ഒരു കച്ചവട സ്ഥാപനം ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും 5 കടകളൂടെ വന്നാൽ അതിന്റെ കച്ചവടം കുറയുമെന്ന് പറയും. ഒരിക്കലും അല്ല. കച്ചവടം ഈ കടകളുടെ എണ്ണം കൂടുന്നതോടെ കച്ചവടം കൂടത്തേ ഉള്ളൂ. അതാണ് ബിസിനസിന്റെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. അതുപോലെയാണ് ഇപ്പം 1 മണിക്കൂർ ആക്കിയപ്പോഴത്തേക്കിനും ഇപ്പൊ എണ്ണം കൂട്ടി ഞാൻ എന്നും വിളിക്കുന്നുണ്ട്, പക്ഷേ കിട്ടുന്നില്ല. അതവിടെ നിൽക്കട്ടെ. അപ്പോ ഇതിനകത്തുള്ള കാതലായ ഒരു ഭാഗം എല്ലാവരും ഈ മദ്യപാനത്തെ വളരെ നികൃഷ്ടമായിട്ടുള്ളൊരു കാര്യമായിട്ട് പറഞ്ഞ് ചർച്ച മറ്റൊരു വഴിയിലേക്ക് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ബ്ലൂവെറിയും ഡിസ്റ്ററിയും ഒക്കെ നമുക്ക് സ്വന്തമായിട്ട് അത്തരം മദ്യം ഉൽപ്പാദിപ്പിക്കുവാനുള്ള സംവിധാനം അഭികാമ്യമാണോ എന്നുള്ളതാണ് കാതലായ ചോദ്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നാം മനസ്സിലാക്കേണ്ടത് ഇവിടെ നമുക്ക് പച്ചക്കറി ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ പൊതുവെ പറയുമല്ലോ, പച്ചക്കറി തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പച്ചക്കറി വിഷമാണ്. നമ്മളെല്ലാം തന്നെ വീടുകളിൽ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കണം, നമ്മൾ സ്വയം പര്യാപ്തത കൈവരിക്കണം എന്ന് പറയുന്ന നമുക്ക് മദ്യം വീട്ടിൽ ഉണ്ടാക്കണം എന്ന അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ സംസ്ഥാനത്തിൽ നല്ല ബ്ലൂവറികൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഡിസ്റ്റിലറികൾ ഉണ്ടാകുമ്പോൾ പറ്റുമെങ്കിൽ ഈ സാധാരണ ജനങ്ങൾക്ക് വില കുറച്ച് മദ്യം കൊടുക്കാൻ കഴിയണം. ഇപ്പോൾ തന്നെ മദ്യത്തിന് അമിതമായിട്ട് വില കൂട്ടുകയാണ്. ആരെങ്കിലും ചോദിക്കാനുണ്ടോ? ഈ മദ്യം എന്ന് പറയുന്ന ഒരു നാണക്കേടുള്ള വസ്തു ആയതുകൊണ്ട് രാഷ്ട്രീയക്കാരും ആ മേഖലയെ ശ്രദ്ധിക്കത്തില്ല, മദ്യത്തിന് വില കുറയ്ക്കണമെന്ന് പറയത്തില്ല, സംഘടനകളുമില്ല, ആരുമില്ല. എന്നാൽ ഏറ്റവും വലിയ ഒരു ഉപഭോഗം നടക്കുന്ന ഒരു മേഖല, സർക്കാരിന് വരുമാനം ഉണ്ടാക്കുന്ന ഒരു മേഖലയാണിത്. പക്ഷെ ആ മേഖലയിൽ നടക്കുന്ന അനീതിയെക്കുറിച്ച് സംസാരിക്കാൻ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. നല്ല മദ്യം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഡിസ്റ്റിലറി വന്ന് അത് ഉൽപ്പാദിപ്പിച്ച് നല്ല മദ്യം കൊടുക്കണമെന്നുള്ളതാണ്. ഞാൻ നോക്കട്ടെ, ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നൊക്കെ ടൂറിസത്തിനായി നമ്മുടെ രാജ്യങ്ങളിൽ വരുന്നവര് അവിടെയൊക്കെ മദ്യത്തിന് ഒരു നിലവാരമുള്ള സംസ്കാരമാണ്. ഞാനൊരു മനസ്സിലാക്കി, എന്റെ ചെറിയ അറിവ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കേരളത്തിലാണ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇന്ത്യക്കകത്ത് ആണ് ഈ മദ്യം എന്ന് പറയുന്നത് ആ ഒരു സംസ്കാരം മോശമായിട്ട് ജനങ്ങൾ കാണുന്നത്. വിദേശികൾ അവരുടെ ദൈനംദിന സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ്. പക്ഷെ ഒരു കാര്യം വ്യത്യാസമുണ്ട്. ഇവിടെ 250 രൂപയ്ക്ക് സാധാരണക്കാരൻ മേടിച്ച് കഴിക്കുന്ന മദ്യം നേരത്തെ പറഞ്ഞ കണക്ക് സ്പിരിറ്റ് എന്നും പറയാൻ നോക്കത്തില്ല, പക്കാ വിഷമാണ്. പക്ഷെ വിദേശികൾ എന്ന് പറഞ്ഞാൽ നല്ല സമ്പത്തുള്ളത് കൊണ്ട് 4000-5000 രൂപയ്ക്കൊക്കെ ഒരു കുപ്പിക്ക് വിലയുള്ള മദ്യം മേടിച്ച് അവർ കഴിക്കും. അതേപോലെ നമുക്ക് മേടിച്ച് കഴിക്കാൻ ഒക്കുമോ? അപ്പൊ നമ്മൾ 250 രൂപയോ 300 രൂപയുടെയോ സാധാരണ വിഷമാണ് നമ്മൾ മേടിച്ച് കഴിക്കുന്നത്. ഇതിന് മാറ്റം വരണം. നല്ല മദ്യം വില കുറച്ച് കൊടുക്കുവാൻ ഉള്ള സംവിധാനമാണ് നമ്മുടെ രാജ്യത്ത് വേണ്ടത്. നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞു, അതുകൂടെ ഞാൻ പറയാം. ഇവിടെ നമ്മൾ മദ്യം ഉണ്ടെങ്കിലും ഇവിടെ കഞ്ചാവും മയക്കുമരുന്ന് MDയും കൂടുന്നത് തെറ്റായ അദ്ദേഹത്തിന്റെ അഭിപ്രായം തെറ്റാണ്. കാരണം ഇവിടെ ഈ മദ്യം കൂടി ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ നമുക്ക് വല്ലപ്പോഴൊക്കെ അല്ലെങ്കിൽ 1-2 ദിവസമൊക്കെയാണ് മെനഞ്ഞാൽ അവിടെ ചേന്നമംഗലത്ത് കൊലപാതകം നടത്തുന്നത്, വല്ലപ്പോഴൊക്കെയാണ് കൊലപാതകം നടക്കുന്നത്. ഈ മദ്യം കൂടി ഇല്ലാതിരുന്നെങ്കിൽ ഇവിടെ പഞ്ചായത്ത് തോറും 50 കൊല വീതം ഡെയിലി നടന്നേനെ. അദ്ദേഹത്തിനെ പോലുള്ളവരുടെ തെറ്റിദ്ധാരണ മാറ്റണം. മദ്യം എന്ന് പറയുന്നത് ഈ പറയത്തക്ക അപകടകാരിയല്ല. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന എല്ലാ അപകടത്തിനും കാരണം MDMA പോലെയുള്ള മയക്കുമരുന്നിന്റെ ഇറക്കുമതിയാണ്. അതിനെ നിയന്ത്രിക്കുന്നതിൽ നമ്മുടെ സംവിധാനങ്ങൾ പരാജയമെന്നേ എനിക്ക് പറയാൻ നോക്കൂ. ഇതിപ്പം വല്ലപ്പോഴൊക്കെ പ്രശ്നം നടക്കുന്നത് ചേന്നമംഗലം പോലല്ല, ഞങ്ങളുടെയൊക്കെ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് കേരളം ആകമാനമുണ്ട്. അത്തരത്തിലുള്ള സംസ്കാരത്തിലേക്ക്, നല്ല മദ്യത്തിന്റെ ഒരു സംസ്കാരത്തിലേക്ക് സർക്കാർ വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ വ്യക്തമാണ്. ഏതായാലും കുറെ ദിവസങ്ങൾക്ക് ശേഷം മടങ്ങിയെത്തി പൊതുവേദിയിൽ വിളിച്ചു കിട്ടിയില്ല. പക്ഷേ ഏതായാലും ഇന്ന് അദ്ദേഹത്തിന് കിട്ടുകയും സംസാരിക്കാൻ കഴിയുകയും ചെയ്തതിൽ സന്തോഷം. പൊതുവേദിയിൽ ഒരു ചെറിയ ഇടവേള അനിവാര്യമായി വരികയാണ്. പെട്ടെന്ന് മടങ്ങിയെത്താം. ഷോർട്ട് ബ്രേക്ക്.
അഭിലാഷ്, ഇപ്പോൾ പ്രതിഭാഗത്തിന്റെ വാദത്തിൽ പ്രധാനമായും അവർ ഉന്നയിക്കുന്ന കാര്യം, അതായത് ഗ്രീഷ്മയെ ഷാരോൺ രാജിന് പല നാളുകളായി സംശയമുണ്ടായിരുന്നു. ഇത് ബന്ധം കൂടുതൽ വഷളാക്കാൻ ഇടവെച്ചു. ഒപ്പം തന്നെ ഹോട്ടലിലെത്തിച്ച് സ്വകാര്യ നിമിഷങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് തന്നെയാണ്. അതായത് നമ്മൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയതുപോലെ തന്നെ തൃപ്പരപ്പിലെ ഒരു സ്വകാര്യ റിസോർട്ടിൽ വെച്ചായിരുന്നു ഇവർ കണ്ടുമുട്ടിയത്. അവിടെയൊക്കെ നിരന്തരം അവിടെ റൂമെടുത്ത് താമസിക്കാറുണ്ടായിരുന്ന അടക്കമുള്ള വിശദാംശങ്ങളൊക്കെ നേരത്തെ പുറത്തു വരികയും ചെയ്തതാണ്. അവിടെ എത്തിച്ച് ഈ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തിയതിന്റെ പിന്നിൽ ഗ്രീഷ്മയെ സംശയമുണ്ടായതിന്റെ ബലത്തിലാണ് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ഈ പ്രതിഭാഗം ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. ബന്ധത്തിൽ നിന്ന് പിന്തിരിയാൻ ആവാത്ത അവസ്ഥയിലേക്ക് ഗ്രീഷ്മയെ എത്തിക്കാനുള്ള ശ്രമമായിരുന്നു ഈ ഷാരോൺ ചെയ്തത്. ഒപ്പം തന്നെ ഗ്രീഷ്മയുടെ മുമ്പിൽ ആത്മഹത്യ മാത്രമായിരുന്നു വഴിയുണ്ടായത്. കാരണം ഒഴിഞ്ഞു പോകാൻ പറഞ്ഞപ്പോൾ പോലും തന്നെ ഒഴിഞ്ഞു പോകാൻ ഇത്തരത്തിൽ ഷാരോൺ തയ്യാറായില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടന്നത്. അതായത് ആത്മഹത്യ മാത്രമല്ലാതെ മറ്റൊരു വഴി തനിക്ക് മുമ്പിലായിരുന്നു. തന്റെ സ്വകാര്യ ദൃശ്യങ്ങളൊക്കെ പുറത്താക്കുമെന്നുള്ള ഭീഷണി ഈ ഷാരോൺ രാജിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടാത്തത് വേറെ ആർക്കും കിട്ടരുതെന്ന ഒരു മനോഭാവം ഷാരോൺ രാജിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. ഒരു നിർവാഹവും ഇല്ലാതെ വന്നപ്പോഴാണ് പ്രതി കുറ്റകൃത്യത്തിലേക്ക് കടന്നത്, മുതിർന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പ്രതിഭാഗം വാദിക്കുന്നത്. ഗ്രീഷ്മയുടെ പേരിൽ മറ്റ് കേസുകളൊന്നും തന്നെ നിലവിലില്ല. നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അതായത് ബിരുദാനന്തര ബിരുദം അടക്കം നേടിയിട്ടുള്ള വ്യക്തിയാണ്, പാസ്സായ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ തുടർ പഠനം നടത്തേണ്ടതായിട്ടുണ്ട്. മാതാപിതാക്കൾക്ക് ഒറ്റ മകളാണ്, 24 വയസ്സ് മാത്രമേ. മസാലകൾ, കറി പൗഡറുകൾ പതിവാക്കൂ ശുദ്ധമായതിനെ എന്നെന്നും. പൊതുവേദി തുടരുന്നു. നമുക്കിപ്പം ദീപു ചേരുന്നു. ദീപു, കുറേ ദിവസമായി ഞാൻ ദീപുമായിട്ട് സംസാരിച്ചിട്ട് പൊതുവേദിയിൽ. ഏതായാലും ഇത് ഒരു വളരെ സങ്കീർണമായൊരു വിഷയമാണ് മദ്യം. അത് വിദേശത്തുമൊക്കെ ജോലി ചെയ്ത് പരിചയമുള്ള ആളാണ് ദീപു. സ്വാഭാവികമായും ഒരു കമ്പാരിസൺ ദീപു നടത്തുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ദീപു, ഈ മദ്യം നമ്മുടെ കേരളത്തിൽ കുടിക്കാമെങ്കിൽ ഉണ്ടാക്കിക്കൂടെ എന്ന് ചോദിക്കുന്നവരോട് നമ്മൾ എന്താണ് പറയേണ്ടത്? നമ്മുടെ ചർച്ച പലപ്പോഴും ഈ മദ്യനിരോധനം വേഴ്സസ് മദ്യപാനം എന്ന നിലയിലേക്ക് പോകുമ്പോൾ ഈ നമ്മുടെ വിഷയത്തിലേക്ക് കാര്യം വരികയില്ല. അപ്പം നമ്മൾ ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാല് ഈ നമുക്ക് കേരളത്തില് മദ്യം ഉൽപാദനം നടക്കണോ വേണ്ടയോ? കേരളത്തില് മദ്യമെല്ലാം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നു, ഇവിടെ വിൽക്കുന്നു എന്നുള്ള രീതിക്ക് ഇവിടെ കേരളത്തില് നിലവില് 11 ഡിസ്റ്റിലറികളുണ്ട്. അവർക്ക് സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കാം. ബ്ലെൻഡിങ് യൂണിറ്റ്സ് 8 എണ്ണം ഉണ്ട്. ബ്രൂവറി 3 എണ്ണം ഉണ്ട്. അതിൽ 1 എണ്ണം മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. ലൈസൻസ് 3 എണ്ണം കൊടുത്തിട്ടുണ്ട്, 1 എണ്ണമാണ് വർക്ക് ചെയ്യുന്നത്. ഈ ബ്ലെൻഡിങ് യൂണിറ്റ്സും അതേപോലെ 11 ഡിസ്റ്റിലറികളിലും അവര് ഈ പറയുന്ന ഈ സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നില്ല. അവര് സ്പിരിറ്റ് മുഴുവൻ മറ്റുള്ള പ്രത്യേകിച്ച് കർണാടകയിലെ കോൺഗ്രസ്സുകാര് നേതാക്കളായിട്ടുള്ള അവരുടെ ആ സ്ഥലത്തു നിന്നാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഈ കൊണ്ടുവരുന്നതിന് പകരമായി ഇപ്പൊ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുന്നു. അത് ഒരു പഞ്ചായത്തിൽ 24 ഏക്കർ സ്ഥലം ആയിട്ട് ഒരു കമ്പനി വന്നിട്ട് ഗവൺമെന്റിന്റെ മദ്യനയത്തിന്റെ പോളിസി അനുസരിച്ച് നമുക്ക് ഇങ്ങനെ ലൈസൻസ് കൊടുക്കാമെന്നുള്ള 23-24 മദ്യനയം അനുസരിച്ചുള്ള കാര്യം വെച്ചിട്ട് അവർ അപ്ലൈ ചെയ്യുന്നു. അതിനകത്ത് നിയമം അനുസരിച്ചുള്ള കാര്യങ്ങളിൽ അവർക്ക് കൊടുക്കുന്നു. ഇതിനകത്ത് എന്താണ് തെറ്റ് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഈ കഞ്ചിക്കോട് മേഖലയിലാണ് ഡിസ്റ്റിലറീസ് ഒക്കെ കുറച്ച് കൂടുതലുള്ളത്, കൊച്ചിയിലും ഉണ്ട്. ഇവിടെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. രാഷ്ട്രീയം ഞാൻ അതിനുശേഷം പറയാം. ഈ മെയിനായിട്ട് 2 ജനങ്ങൾക്ക് ഇവർ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് തോന്നുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് വെള്ളമാണ്. വെള്ളം ഊറ്റിയെടുക്കും എന്നുള്ളതാണ് പറയുന്നത്. അല്ല, വാട്ടർ അതോറിറ്റി അവർക്ക് വെള്ളം നൽകും. അവർ മാത്രമല്ല മഴ റെയിൻ ഹാർവെസ്റ്റിംഗുമായി ബന്ധപ്പെട്ട് അവർ സംഭരണി ഉണ്ടാക്കും. ഈ വെള്ളം അങ്ങനെയാണ് അവർക്ക് കിട്ടുന്നതെന്ന് വളരെ വ്യക്തമായി ഈ പറയുന്ന ഉത്തരവിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളിൽ നിന്ന് വരുന്ന മാലിന്യം, അതും വെള്ളമാണല്ലോ, അത് ഈ കമ്പനി നേരത്തെ എങ്ങാണ്ട് ഭൂമിക്കടിയിലൂടെ എത്രയോ കിലോമീറ്ററിൽ ഇത് മാലിന്യപ്പെടുത്തി എന്നാണെന്ന്. ആ മാലിന്യപ്പെടുത്തിയ സംസ്ഥാനങ്ങൾ ഏതാണ്? പഞ്ചാബ്, രാജസ്ഥാൻ. ഇതൊക്കെ ഭരിക്കുന്ന ആരാണ്? കോൺഗ്രസ്. അവിടുത്തെ ഈ മിഷണറി ഒക്കെ എന്ത് ചെയ്യായിരുന്നു? ഇവര് വല്ല സമൂസ നിന്നോണ്ടിരിക്കുകയായിരുന്നു അവിടെ. ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അപ്പൊ നമുക്ക് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പൊല്യൂഷൻ കൺട്രോൾ സിസ്റ്റം ഉണ്ട്, പഞ്ചായത്തുണ്ട്, ജനകീയമായിട്ട് നമുക്ക് ബോധമുള്ള ജനങ്ങളാണ്. അങ്ങനെ വല്ലതും നടക്കുക മാത്രമല്ല, ഇതെങ്ങനെയാണ് ഇവർ ഈ പറയുന്ന ഇവരുടെ മാലിന്യം എന്ന് പറയുന്ന വെള്ളം അവർ റീസൈക്കിൾ ചെയ്യാണ്. വെള്ളത്തിനെ റീസൈക്കിൾ ചെയ്ത് വീണ്ടും യൂസ് ചെയ്യാനുള്ള സാധനം കൂടെയാണ് അവരുടെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്.
ഇത്രയും കാര്യങ്ങളാണ് അവർ ആ കാര്യങ്ങളെ പറയുന്നത്. പിന്നെ ടെൻഡറിങ്ങിന്റെ കാര്യം പറയുന്നു. നമ്മളൊരു വ്യവസായം കൊണ്ടുവരുമ്പോൾ ഒരു 24 ഏക്കർ സ്ഥലം അവർക്ക് അവിടെ ഉണ്ട്. ആ സ്ഥലവുമായി ബന്ധപ്പെട്ട് അവരിങ്ങനെ കൊണ്ടുവരുമ്പോൾ അതിനകത്ത് ടെൻഡർ, ഇവിടെ നമ്മൾ റോഡ് പണിയൊന്നും അല്ലല്ലോ ടെൻഡർ വിളിക്കാനായിട്ട്. ഇപ്പൊ മറ്റൊരു കമ്പനി കൊണ്ടുവരാണ്, അവർക്ക് സ്ഥലമുണ്ട്, ഈ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ നിയമപരമാണെങ്കിൽ അവർക്കും അനുവദിക്കും. ഇവിടെ ബാർ അനുവദിക്കുന്നു. ഇപ്പൊ അടൂർ പ്രകാശിന് ബാറില്ലേ, കോൺഗ്രസ്സുകാർ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ബാറേ ഇവിടെ എല്ലാം അങ്ങനെ മുക്കിക്കൊല്ലുന്നു, രാജേഷ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. ഈ അടൂർ പ്രകാശിന്റെ ബാർ ഒന്ന് നിർത്തിക്കാൻ ഇവന്മാർക്ക് ധൈര്യമുണ്ട് ഈ കോൺഗ്രസ്സുകാർക്ക്. മാത്രമല്ല ഈ ജോർജിന്റെ ഡിസ്റ്റിലറീസ് ഒന്ന് പൂട്ടാൻ, ഇത് കർണാടക കോൺഗ്രസ് ലോബി, അവർക്ക് പണം കിട്ടുന്നത് കർണാടകത്തിൽ നിന്നാണ്. ആ കർണാടകത്തിലെ കോൺഗ്രസിന് പണം കിട്ടുന്നത് ഈ കർണാടക ഈ ഡിസ്റ്റിലറി ലോബിയിൽ നിന്നാണ് അവർക്ക് പണം കിട്ടുന്നത്. അത് അവരുടെ നേതാക്കളാണ് അത് നടത്തുന്നത്. അതിനകത്ത് നിന്ന് ഇവിടെ പ്രശ്നം വരുമെന്നുള്ളത് കൊണ്ടിട്ടാണ് ഇവരിപ്പോ സതീശനെയും രമേശ് ചെന്നിത്തല എല്ലാവരും കൂടെ ഇവിടെ വന്ന് കിടന്ന് കറങ്ങുന്നത്. എന്തുകൊണ്ടാണ്? എന്നാ പിന്നെ ഈ 11 ഡിസ്റ്റിലറി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ, ബ്രൂവറി ഒരെണ്ണം ഉണ്ടല്ലോ, ബ്ലെൻഡിങ് യൂണിറ്റ്സ്, എന്താ അവിടെ പോയി സമരം ചെയ്യാത്ത ഇവര്? മാത്രമല്ല ഈ കോൺഗ്രസ് തന്നെ കഴിഞ്ഞ 21-22 കാലഘട്ടത്തിൽ അവരുടെ ഈ പിന്നെ അവർക്ക് കിട്ടിയ സംഭാവന ഉണ്ടല്ലോ മറ്റുള്ള സംഘടനകളിൽ നിന്നൊക്കെ അല്ലെങ്കിൽ കമ്പനീസിൽ നിന്നൊക്കെ, അവർക്ക് കിട്ടിയതിൽ ഒരു കമ്പനിയുടെ പേര് ഞാൻ പറയാം, ഞാൻ നോക്കിയെടുത്തതാണ്, വേണമെങ്കിൽ ഞാൻ മനുവിന് അയച്ചുതരാം. രാജസ്ഥാൻ ലിക്കേഴ്സ് എന്ന് പറയുന്ന മദ്യ കമ്പനിയുടെ ഇവർ പണം വാങ്ങിയിരിക്കുക. എന്നിട്ട് ഇവരാണ് ഇവിടെ വന്നിട്ട് ഇമാതിരിയുള്ള ഗീർവാണങ്ങളെല്ലാം അടിക്കുന്നത്. ഈ ബിയർ വൈൻ ഇപ്പൊ അടൂർ പ്രകാശിന്റെ ബാർ, അതുപോലെ ബിയർ വൈൻ പാർലറുകൾ ഇവർ എത്ര എണ്ണമാണ് തുടങ്ങിയത്? മദ്യ നിരോധനം എന്ന് പറഞ്ഞ സുധീരനും ഉമ്മൻചാണ്ടിയും കൂടെ അടിയുണ്ടാക്കി, എന്നിട്ട് അവർ പൂട്ടി എന്ന് പറഞ്ഞു. എന്നിട്ട് 838 68 എങ്ങാണ്ട് ബിയർ വൈൻ പാർലറുകളോട് സ്റ്റാർട്ട് ചെയ്തു. ഇവർക്ക് എന്ത് ആത്മാർത്ഥതയാണ് ഇതിനകത്തുള്ളത്? ഈ കാര്യങ്ങൾ പറയുന്നത്. ഇപ്പൊ അഴിമതി നടന്നു എന്ന് പറയുന്നു. എവിടെ അഴിമതി നടന്നു? ആരാണ് വാങ്ങിച്ചത്? എപ്പോഴാണ് വാങ്ങിച്ചത്? എന്തെങ്കിലും ഒരു പണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ അത് പറയണ്ടേ? അല്ലെങ്കിൽ അതിനവർക്ക് കോടതി പോവാമല്ലോ. ഇവിടെ നമ്മുടെ കേരളത്തിൽ കുറെ പേർക്ക് ജോലി കൊടുക്കാം. മാത്രമല്ല ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ഏതിൽ നിന്നാണ്? നമ്മുടെ ഭക്ഷ്യവസ്തുക്കളായിട്ടുള്ള ഈ പിന്നെ ബ്രോക്കൺ റൈസ് അതുപോലെയുള്ള കാര്യങ്ങളിൽ നിന്നാണ് വരുന്നത്. അത് കർഷകർക്ക് അവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാവുന്ന രീതിയിൽ കർഷകർക്ക് കൂടെ ഗുണം കിട്ടുന്ന കാര്യങ്ങളിൽ നിന്നാണ് വരുന്നത്. ഇതിനകത്ത് മാത്രമേ ഇവർക്ക് ഉണ്ടാക്കാൻ കഴിയുള്ളൂ എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. ഇത്രയും വ്യക്തതയും സുതാര്യതയുമുള്ള ഒരു സാധനം വന്നിരിക്കുമ്പോൾ ഈ സതീശനും സുധാകരനും കൂടെ കുറച്ച് മാധ്യമങ്ങൾ, നിങ്ങളെല്ലാം ഞാൻ പറയുന്നുണ്ടോ, കുറച്ച് മാധ്യമങ്ങൾ കയ്യിലുണ്ടെന്ന് കരുതി എന്ത് പറയും? ഇന്ന് തന്നെ നിങ്ങളുടെ ചർച്ച എന്താണ്? മദ്യം ഉൽപാദനം പ്രോത്സാഹിപ്പിക്കണോ? കൃത്യമായ ഒരു ചോദ്യമാണത്. എന്നാൽ മാതൃഭൂമി ചാനൽ എന്താണ് നടത്തുന്നത്? ന്യായീകരണം അവര് അങ്ങ് ഇറങ്ങുകയാണ്. ആർക്ക് വേണ്ടിയാണ് ഇറങ്ങുന്നത്? ഈ പറയുന്ന പിന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ പിന്നെ പ്രസ് സെക്രട്ടറി എന്ന് പറയുന്നത് മാതൃഭൂമി ചാനലിലെ ഒരാളായതുകൊണ്ട് ആ മാതൃഭൂമി ചാനൽ വഴി എന്ത് കള്ളം പറയാനുള്ളത്? അല്ല ഞാൻ പറയാം, വല്ല വസ്തുത പറയണ്ടേ? അതൊരു ചാനലിന്റെ പേര് മാത്രമല്ല, അദ്ദേഹം വർക്ക് ചെയ്യുന്ന ചാനലിൽ കൂടെ കള്ളം പ്രചരിപ്പിക്കുക. എന്നിട്ട് ഇതിനകത്ത് എന്തെങ്കിലും ഒരു ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു സാധനം, ഇതിനകത്ത് ഇന്ന സാധനത്തിൽ നിങ്ങൾ ഈ പണം വാങ്ങിയിട്ടുണ്ട് എങ്കിൽ ആ പണം വാങ്ങിയത് എവിടെ, എപ്പോ, ആര്, എത്ര പണം, ഇത് പറയണ്ടേ? നിയമസഭ നടക്കുകയല്ലേ? കൃത്യമാണ്. മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തിരിക്കുന്നത് കൊണ്ടാണ് ശ്രീ ദീപുവിന്റെ പ്രതികരണം തുടരാൻ കഴിയാത്ത. റഷീദ് കൊയിലാണ്ടിയിൽ നിന്ന് വിളിക്കുന്നു. ശ്രീ റഷീദ് കേൾക്കാമോ? മറ്റൊരു പ്രേക്ഷകൻ റഷീദിനൊപ്പം ചേരുന്നത് രാജനാണ്. രാജൻ കാസർഗോഡ് നിന്നാണ് വിളിക്കുന്നത് അല്ലേ? യെസ്. ഏതായാലും ഈ കഞ്ചിക്കോട് സ്വകാര്യ കമ്പനിയുടെ ബ്രൂവറി ഡിസ്ട്രി യൂണിറ്റ് അനുവദിക്കാനുള്ള ഇടത് സർക്കാർ തീരുമാനത്തിൽ വിമർശനവുമായി എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് വരികയാണ്. അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു ഇത് ശരിയല്ല എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ബ്രൂവറി പ്ലാന്റ് തുടങ്ങാനുള്ള മന്ത്രിസഭാ തീരുമാനം പഞ്ചായത്തിനെ അറിയിച്ചിട്ടില്ല എന്നവർ പറയുന്നു. ഏതായാലും പക്ഷേ അത് ഓൺലൈനിൽ ഇത് അവർ ചോദിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നു. സതീഷ് പാലക്കാട് നിന്ന് നമുക്കൊപ്പം ചേരുന്നു അല്ലേ? സതീഷ് കേൾക്കാമോ? കേൾക്കാം. സതീഷ് പാലക്കാട് എവിടുന്നാണ് വിളിക്കുന്നത്? ഞാന് ഇപ്പൊ ഉള്ളത് പുറത്താണ്. പുറത്തെവിടെ? മസ്കറ്റ്. മസ്കറ്റിൽ നിന്നാണോ വിളിക്കുന്നത്? നമ്മുടെ പൊതുവേദി മസ്കറ്റിലിരുന്ന മലയാളികൾ കാണുന്നതെന്ന് അറിയുന്നതിൽ പരം സന്തോഷമുള്ള കാര്യം എന്തുണ്ട്? അവിടെ നമ്മുടെ പ്രവാസികൾ പലരും എന്നും കാണുന്നതന്നെ, എന്നും ഉച്ചയ്ക്ക് കാണുന്നതന്നെ. അതെ, വളരെ സന്തോഷം നൽകുന്ന ഒരു വിവരം കൂടിയാണ് അത്. അവിടെ മസ്കറ്റിലെ കൂട്ടുകാരോടും സഹപ്രവർത്തകരോടും ഒക്കെ പൊതുവേദിയുടെ ആശംസകൾ അറിയിക്കുകയും വേണം സതീഷ്. സതീഷ് അവിടെയൊക്കെ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ആളാണല്ലോ. ഇവിടുത്തെ മദ്യ ഉൽപ്പാദനമൊക്കെ വലിയ ചർച്ചയായ വിഷയം. അവിടെ അറിഞ്ഞോ ഇത് മദ്യം ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നതിനെ കുറിച്ചൊക്കെ? എന്താണ് അവിടുത്തെ ആളുകളൊക്കെ പറയുന്നത്, നമ്മുടെ പ്രവാസികളൊക്കെ?
അതെ അതെ, അറിഞ്ഞു. നമ്മൾ ചെറിയ പോയിസൺ തുടങ്ങിയിട്ടാണല്ലോ വലിയ പോയിസണിലേക്ക് പോകുന്നേ. അപ്പൊ ചെറിയ പോയിസണിൽ ആദ്യം തുടക്കം കുറിക്കുന്നുണ്ടല്ലോ ഇപ്പൊ അവിടെ. നമ്മുടെ ഈ മദ്യ ഉൽപാദനം ആദ്യം ഇത് നമ്മൾ കഴിക്കുന്നതോറും ഇത് കൂടുതൽ ലഹരിയിലേക്ക് കേറിക്കൊണ്ടിരിക്കുകയല്ലേ. അത് ശരി, അത് തെറ്റായ ഒരു കാര്യമാണ്, അത് നിർത്തണമെന്നാണ് തീർച്ചയായിട്ടും തെറ്റായ ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മൾ ചെറുതിന്ന് തുടങ്ങി ഇത് കിട്ടാണ്ടാവുമ്പോഴാണ് നമ്മൾ ബാക്കി ലഹരികൾക്ക് പോകുന്നത്. ശരി, ഇതിന്റെ ലഹരി നമുക്ക് കമ്മി ആവുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ മുകളിലേക്ക് പോകുന്നത്. ഇപ്പോൾ മദ്യം നിരുത്സാഹപ്പെടുത്താൻ ഉൽപാദനവും നിരുത്സാഹപ്പെടുത്തണമെന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? അതെ, മദ്യം നല്ലതാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഞാൻ മദ്യം പണ്ടൊക്കെ കഴിച്ചെങ്കിൽ ഇപ്പോൾ ഒട്ടും കഴിക്കാറില്ല. എത്രയോ വർഷങ്ങളായി മദ്യം ഉപേക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് മദ്യം പ്രോത്സാഹിപ്പിക്കരുത് എന്നുള്ള നിലപാടാണ് എനിക്കുള്ളത്. മദ്യം നല്ലതല്ല, അത് ഒരു തരത്തിലും അല്ല. നമ്മള് ഇത് കുറച്ചു പേർക്ക് 10 ആൾക്ക് ജോലി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഇത് തുടങ്ങി കഴിഞ്ഞാൽ അത് വ്യാപിക്കുന്നത് 10 പേരിൽ നിന്നും ആയിരക്കണക്കിന് ആളുകളിലേക്കാണ്. യെസ്, വ്യക്തമാണ് ഏതായാലും താങ്കളുടെ അഭിപ്രായം. ഏതായാലും മസ്കറ്റിലെ എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ ആശംസകൾ അറിയിക്കുന്നു. ഒരിക്കൽ കൂടി സതീഷ് അവിടുന്ന് തുടർന്നും വിളിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. താങ്ക് യു സോ മച്ച്. സമയങ്ങളിൽ നമുക്ക് കുറച്ച് ഫ്രീ ടൈം ഉണ്ടാവുമ്പോൾ നമ്മൾ തുടർന്ന് വിളിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. സൂഫി വെള്ളമുണ്ടയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ സൂഫി, നമസ്കാരം. എന്താണ് മദ്യനയം കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമാവുകയാണ്. ശ്രീ സൂഫിയുടെ സമയം വൈകിയല്ലോ, അതുകൊണ്ട് കൂടുതൽ. പിന്നെ എന്റെ അഭിപ്രായത്തിൽ ഞാനും നിങ്ങളൊക്കെ മദ്യം കഴിക്കാത്ത ഒരാളാണെന്നുള്ള ഉറപ്പായി. ഞാൻ കഴിക്കാറില്ല, ഞാൻ സിനിമ മദ്യം കഴിക്കാറില്ല. പക്ഷെ എന്റെ അഭിപ്രായത്തില് ഈ മദ്യം കഴിക്കുന്നവർ ഇതിനെതിരെ പ്രതികരിക്കും. ഈ മദ്യം കഴിക്കാത്തവരാണ് ഇതിൽ പ്രതികരിക്കുന്നത്. അവര് മുന്നോട്ട് വരണം. അവര് ഇത് പേടിച്ചിട്ട് ഇത് ഞാൻ മദ്യപിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞു വരുമ്പോൾ അവരെ ആളുകൾ കുറ്റപ്പെടുത്തുമെന്ന് പേടിച്ചിട്ടായിരിക്കും. ഏതായാലും ചില ആളുകൾ മദ്യപിക്കുന്നവർക്ക് അനുകൂലമായൊക്കെ വന്നു, അവർ പക്ഷെ മദ്യപിക്കാത്തവരാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഈ മതസ്ഥാപനങ്ങൾ ക്രിസ്ത്യൻസിന്റെ ആയാലും മുസ്ലിംസിന്റെ ആയാലും അവരുടെ മത അധ്യക്ഷന്മാർ ഇവരെ നിയന്ത്രിച്ചാൽ കുറെയൊക്കെ നിയന്ത്രിക്കാം. കാരണം ക്രിസ്മസിനായാലും ഓണത്തിനായാലും മറ്റ് ആഘോഷങ്ങൾക്കൊക്കെ കൂടുതലായി മദ്യം ചിലവാക്കുന്നതിനുമൊക്കെ മഹാബലി വരവേൽക്കുമ്പോൾ ഈ മദ്യം ആവശ്യമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ? പിന്നെ ഈ രാഷ്ട്രീയ നേതാക്കന്മാരെ പരിപാടിക്കാണ് കൂടുതൽ മദ്യം കൊടുക്കുന്നത്. കാരണം രാഷ്ട്രീയ നേതാക്കന്മാരുടെ മറ്റ് പ്രകടനം നടത്തണമെങ്കിൽ മദ്യം വിളമ്പേണ്ട ഒറ്റ കുട്ടി ആ പരിപാടിയിൽ പങ്കെടുക്കുക. എനിക്ക് അനുഭവമുണ്ട്. ഞാൻ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ പല ആളുകളും പറയും മദ്യം മേടിക്കണം എന്നാലേ ഞങ്ങൾ വരുള്ളൂ എന്നുള്ള പറഞ്ഞ എനിക്കറിയാം. എല്ലാം അപ്പൊ ഈ ബ്രാൻഡിയൊക്കെ വാങ്ങിച്ചു കൊടുത്താണ് പലരെയും ജാഥയ്ക്ക് കൊണ്ടുപോകുന്നത് അല്ലേ? ഇപ്പൊ പണിക്കാർ കിട്ടണം തന്നെ ഇപ്പൊ മദ്യം ഉണ്ടാക്കണം, എന്നാൽ വരുന്നുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ വേറെ ഒന്നുണ്ട്, സർക്കാർ വരുമാനം കിട്ടുന്ന ഇതൊന്നും തന്നെ ഇതുകൊണ്ടാണ്. അതും നമ്മൾ മനസ്സിലാക്കണം. ശരി, വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. മുഹമ്മദ് എന്നൊരു പ്രേക്ഷകൻ മഞ്ചേരിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. സാധാരണ പൊതുവേദി തുടങ്ങുമ്പോഴാണ് ആദ്യത്തെ കോളർ മുഹമ്മദ് മഞ്ചേരി. ഇന്ന് പൊതുവേദി അവസാനിക്കുമ്പോഴാണ് ശ്രീ മുഹമ്മദ് മഞ്ചേരി വിളിക്കുന്നത്. എന്ത് പറ്റി, പൊതുവേദി കാണാൻ വൈകിയോ? നമസ്കാരമാണ് സാറേ. വൈകിട്ടില്ല, ആദ്യം തന്നെ കുത്തി അതൊന്നും കിട്ടിയില്ല. ഇപ്പൊ അവസാനമാണ് കിട്ടിയത്. എങ്കിലും കൂടി പറയാൻ പോവുകയാണ്. പിന്നെ യാതൊരു കാരണവശാലും മദ്യം നിരോധിക്കരുത്. നിരോധിക്കരുതെന്നാണോ? ശരി. മദ്യം നിരോധിച്ചാൽ ഇവിടെ കുറെ പേര് തീരും. കാരണം എന്ന് വെച്ചാൽ അവര് സ്വന്തമായിട്ട് നിർമ്മിക്കും. അത് കള്ളമദ്യം അതായിട്ട് കുടിച്ചിട്ട് ആകെ ചത്തുപോകും. അപ്പൊ മാത്രമല്ല മറ്റുള്ള മരുന്നുകളൊക്കെ ഉണ്ടല്ലോ, ആ മരുന്നുകൾ ഈ മദ്യം ഉണ്ടായിട്ടും അതും കഴിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ മദ്യം കുറെ പേർക്ക് തൊഴിലും സർക്കാരിന് വരുമാനം. അപ്പൊ കുടിച്ചോട്ടെ, അതിനെ ആരും എതിർത്തിക്കാണ്ട് ഇനി അത് നിർത്തിക്കാണ്ട് പിന്നെ കുറെ ആള് തീരാൻ നിൽക്കണ്ട എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ശ്രീ മുഹമ്മദ് വ്യക്തിപരമായ മദ്യത്തിനെതിരാണ്, മദ്യം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത്? സർക്കാരുകൾ ഉണ്ടാക്കുന്നതിന് നമുക്ക് അനുകൂലമാണ്. കാരണം എന്ന് വെച്ചാൽ കുടിച്ചോട്ടെ എന്ന് ഞാൻ പറഞ്ഞില്ല സാറേ, അല്ല ഞാൻ കുടിച്ചാവുന്നൊന്നും പോകാനില്ല. അത് നന്നായി, സന്തോഷം. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഷൈജു എന്നല്ലേ പേര് പറഞ്ഞു? അതെ. ഷൈജു തിരുവനന്തപുരത്താണ് വിളിക്കുന്നത് അല്ലേ? അതെ. ഈ മദ്യത്തിനെ കുറിച്ചിട്ടോ അതല്ല വേറൊന്നിനെ കുറിച്ചിട്ടല്ല സംസാരിക്കുന്നത്. ഞാനിപ്പോ സംസാരിക്കുന്നത് ഹൈക്കോടതി ഇന്ന് ജഡ്ജി ഡയറക്റ്റ് 2-3 ദിവസമായിട്ട് ബോച്ചയെ കുറിച്ചിട്ട് പറഞ്ഞ കേസാണ്. കാര്യം ബോച്ച ഇത് കാണിച്ചു കഴിഞ്ഞാല് 2-2 മറ്റേ ഇതെല്ലാം റെഡിയാക്കിയിട്ട് പിന്നെ ബോച്ച ഒരു 2-3 മാസത്തിനുള്ളിൽ ബോച്ച അകത്താക്കാനായിട്ടുള്ള വകുപ്പുണ്ട്.
ഞാൻ ചോദിക്കുന്നത് ഇന്നലെ മെനിഞ്ഞനായിട്ട് ഈ പറവൂരുണ്ടായ ഈ ഒരു കേസിൽ പ്രതി കുറ്റം സമ്മതിച്ചിട്ട് 3 പേരെ കൊന്നു കഴിഞ്ഞിട്ട് ഈ പ്രതി കുറ്റം സമ്മതിച്ചിട്ടും ഈ കോടതി എന്താണ് തീരുമാനം എടുത്തിട്ടുള്ളത്? ഞാൻ ഒരു സംശയം കൊണ്ട് ചോദിക്കുന്ന ബോച്ചയ്ക്കെതിരായിട്ട് അന്ന് ഈ കോടതി പറഞ്ഞ ഒരു കേസില് ഈ പ്രതി ഈ 3 പേരെ ആരും കൊല ചെയ്ത ഒരു പ്രതിക്കെതിരെ ഈ കോടതി എന്താണ് ഇത് എന്താണ് ഈ കോടതിക്ക് എന്താണ് കാര്യം? ഇനി ഈ പ്രതിയെ 12 വർഷമോ 15 വർഷമോ ഇങ്ങനെ ഈ ജയിലിനകത്ത് ഇട്ടിട്ട് പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങേണ്ട ഒരു വ്യവസ്ഥ ഉണ്ടാവും. അല്ല, എനിക്കിത് ഒന്നും മനസ്സിലായില്ല. എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ബോച്ചയ്ക്കെതിരെയുള്ള കാര്യം ഇപ്പൊ എന്താ പറവൂരിലെ ഏത് കേസാണ്? പറവൂര് ഋതു എന്ന് പറഞ്ഞൊരു പ്രതിക്കെതിരെ. മനസ്സിലായോ? കാര്യം അന്ന് ബോച്ച ജയിലിൽ നിന്ന് ഇറങ്ങിയില്ലെന്ന് പറഞ്ഞിട്ട് ജഡ്ജി ഡയറക്റ്റ് ആയിട്ട് ഇടപെട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതെല്ലാം റെഡിയാക്കിയിട്ട് 3 മാസത്തിനുള്ളിൽ നിങ്ങൾ അകത്ത് ജയിൽ ശിക്ഷ തന്നെ അനുഭവിക്കാനായിട്ടുള്ള ഒരു വിധി ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഈ ഒരു പ്രതി കുറ്റം സമ്മതിച്ചിട്ടും 14 ദിവസമാണ് റിമാൻഡിൽ. ഇവരെ ഇനി 14 ദിവസം റിമാൻഡിലാക്കി പിന്നെ ഒരു 4-5 വർഷം ഇവരെ ജയിലിലിട്ടിട്ട് ശിക്ഷ പിന്നെ ജാമ്യത്തിൽ ഇറങ്ങും. അല്ല, അതങ്ങനെയല്ല. പ്രതി കുറ്റം സമ്മതിച്ചെന്ന് പറഞ്ഞാൽ പോലീസിനോടല്ലേ കുറ്റം സമ്മതിക്കുന്നത്? ഈ പോലീസല്ലേ സാറേ അന്ന് ഈ ബോച്ചയ്ക്കെതിരെ എഫ്ഐആർ എഴുതി കൊടുത്തത്? അല്ല എന്റെ ഷൈജു അങ്ങനെയല്ല. അതായത് പ്രതി കുറ്റം സമ്മതിച്ചു എന്ന് പോലീസ് പറയാം. കോടതിയിൽ പോയി പ്രതി ഈ ട്രയൽ സമയത്ത് ഞാൻ കുറ്റം സമ്മതിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ വിചാരണയൊന്നുമില്ല, പിന്നെ ശിക്ഷയാണ്. അങ്ങനെയല്ല. അതായത് 2 കാര്യങ്ങളാണ്. ഒന്ന്, കോടതിയിൽ ഒരു ഒരാൾ ഒരു കൊല ചെയ്യുന്നു. കൊലയാളിയാണെന്ന് നമുക്കറിയാം. പോലീസ് പിടിച്ച ഉടനെ പ്രതിയോട് ചോദിക്കുന്നു, നിങ്ങൾ കുറ്റക്കാരനാണോ? കുറ്റക്കാരനാണ് എന്ന് പ്രതി പറയുന്നു. അയാളെ പോലീസ് ബാക്കി കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു, എങ്ങനെയാണ് കത്തി കൊണ്ടുപോയത്. അപ്പോൾ അയാൾ കാണിച്ചു കൊടുക്കുന്നു, ഇങ്ങനെ എവിഡൻസ് ഒക്കെ എടുക്കും. പോലീസ് ഇങ്ങനെയാണ് കുത്തിയത്, ഇവിടെ വെച്ചാണ് എന്നെല്ലാം കാണിച്ചു കൊടുത്തു. പക്ഷെ അയാൾ കോടതിയിലെത്തുമ്പോൾ എന്ത് പറയും? കുറ്റക്കാരനല്ലെന്ന് പറയും. അത് ട്രയൽ അതിന് നടപടിക്രമമാണ്. അതാണ് നടപടിക്രമം എന്ന് പറഞ്ഞാൽ അന്നൊരു ബോച്ച ഒരു ദിവസം ജയിലിനകത്ത് കിടന്നിട്ട് പറഞ്ഞതിന്റെ പേരിലാണ് ജഡ്ജി ഡയറക്റ്റ് ഇതാക്കി. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ സാറേ. ഈ ഫ്ലവേഴ്സ് ചാനലില് തങ്കച്ചൻ എന്ന് പറയുന്നിട്ട് ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. അവരെ എന്തോ ഒരു പ്രോഗ്രാമാണ്. എനിക്കിങ്ങനെ വ്യക്തിപരമായ കാര്യം വരും, തങ്കച്ചന്റെ കാര്യമൊന്നും എനിക്കറിയില്ല. ഞാൻ പറയുന്നത് ഇത്രയല്ലേ. ഇത് പ്രോഗ്രാമില് ഈ ബോച്ച് പറഞ്ഞെന്ന് പറയാം. ആ ഒരു പ്രോഗ്രാമില് ഇവര് എന്തെല്ലാം കാട്ടിക്കൂട്ടി. ഇതില് ഒറ്റ കാര്യമേ ഉള്ളൂ. നമ്മുടെ കോടതിയുടെ ഒരു രീതി ഇതാണ്. നമ്മളൊരു കുറ്റം ചെയ്തു എന്ന് വരുന്നു, ഒരു പരാതി വരുന്നു, പോലീസ് എഫ്ഐആർ എടുക്കുന്നു. ആ പരാതി എന്ത് ചെയ്യുന്നു? ആദ്യം കോടതിയിൽ പ്രതിയെ ഹാജരാക്കുന്നു, അറസ്റ്റ് ചെയ്യുന്നു, പ്രതിയെ കോടതിയിൽ ഹാജരാക്കുന്നു. കോടതി എന്ത് ചെയ്യുന്നു? പ്രതിയുടെ അന്വേഷണം, അതായത് ആ കേസിൽ മുഴുവൻ അന്വേഷണം നടന്നു, അന്വേഷണം പൂർത്തിയാകണമല്ലോ. അന്വേഷണം പൂർത്തിയാകുന്നത് വരെ പ്രതിക്ക് ജാമ്യം അനുവദിക്കാമോ ഇല്ലയോ എന്നുള്ള കാര്യം കോടതി ഇത് പറയട്ടെ. ഓൾറെഡി ആരോട് പറഞ്ഞു? കോടതി പോയി പറഞ്ഞു. പോലീസിനോട് പറഞ്ഞാൽ പോരെന്ന്. പിന്നെ കോടതി എന്തിനാ? പോലീസിനോട് പറയുന്ന കാര്യം കോടതിയിൽ വരുമ്പോൾ പോലീസ് തല്ലിപ്പറയിക്കും എന്നുള്ള ഒരു വാദം നിലനിൽക്കുന്നത് കൊണ്ടല്ലേ നമ്മൾ കോടതി എന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ ഇവിടെ ഉള്ളത്. അങ്ങനെയാണ് പിന്നെ കോടതി വേണ്ടല്ലോ. പോലീസ് 2 ഇടി കൊടുത്തിട്ട് കുറ്റം ചെയ്തോ എന്ന് ചോദിക്കുന്നു, ചെയ്തു എന്ന് പറയുന്നു, അവന് ശിക്ഷിക്കുന്നു. ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അവന് വെറുതെ വിടാലോ. പിന്നെ കോടതി വേണോ? കോടതിക്കൊരു പ്രൊസീഡിങ്സ് ഉണ്ടെന്നേ. അതായത് പോലീസ് അത് നമ്മുടെ സംവിധാനം ഉണ്ടാക്കുന്ന ഒരു കാലതാമസം വന്ന് ഇത് അതെ ഷൈജു, നമ്മളൊരു കാര്യം ഷൈജു, എനിക്ക് സമയം അവസാനിക്കാറായി. ഞാൻ പെട്ടെന്ന് വിളിച്ച് പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഒരു നിയമ സംവിധാനത്തിൽ എങ്ങനെയാണ് 2 സംവിധാനങ്ങളാണ്, പോലീസ്, കോടതി. അപ്പം എന്താണ്? ഒരു കുറ്റം പോലീസ് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ കോടതിക്ക് അത് പരിശോധിക്കാം. കോടതിക്ക് അവിടെ എന്തെങ്കിലും പറ്റി മുകൾ കോടതിയുണ്ട്. അപ്പോൾ 1000 നിരപരാധികൾ രക്ഷപ്പെട്ടാൽ ഒരു കുറ്റവാളി ശിക്ഷിക്കപ്പെടരുത് എന്ന് വിചാരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അതുകൊണ്ടാണ് ആദ്യം പോലീസ് കേസ് അന്വേഷിക്കുന്നു, പ്രതി കുറ്റം സമ്മതിച്ചാലും അത് കോടതിയുടെ മുന്നിൽ വന്ന് പറയുമ്പോൾ മാത്രമേ വിധി നടപ്പിലാക്കാൻ കോടതിക്ക് അധികാരമുള്ളൂ, അല്ല പോലീസിന് അധികാരമില്ല. അതാണ് അതിൽ സിമ്പിൾ. യെസ്, 1 മിനിറ്റ് കഴിഞ്ഞു. റഷീദ് കൊയിലാണ്ടി നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. സമയമില്ലാത്തത് കൊണ്ടും റഷീദ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനായി ആയതുകൊണ്ടും അദ്ദേഹത്തെ ഒഴിവാക്കാൻ കഴിയില്ല. ശ്രീ റഷീദ്. എല്ലാ തിന്മയുടെയും മാതാവാണ് മദ്യം. ഇത് വാങ്ങുന്നവർക്കറിയാം, കൊടുക്കുന്നവർക്കറിയാം. കൊടുക്കുന്നവർക്കും ഉണ്ടാക്കുന്നവർക്കും ഒക്കെ അറിയാം. ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങളും മറ്റും ഒക്കെ നടക്കുന്നതൊക്കെ തന്നെ ഈ മദ്യം ഒന്നുകൊണ്ട് തന്നെയാണ്. ഈ മദ്യം ഒരു തരത്തിൽ പറഞ്ഞാൽ മറ്റൊരു തരത്തിൽ മനുഷ്യനെ വിനാശത്തിലേക്ക് നയിക്കുന്ന മനുഷ്യരുടെ
നിന്ന് സംസാരിക്കുന്നവരൊപ്പം മറ്റുള്ള കാര്യങ്ങൾ സംസാരിക്കുക എന്നല്ലാതെ മനുഷ്യരുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നില്ല എന്നത് ഏറെ ഖേദകരം തന്നെയാണ്. മാത്രമല്ല, ഈ കല്ല് പോഷകാഹാരം എന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രിയുള്ള ഒരു രാജ്യത്ത്, അതേപോലെ ഈ കഴിഞ്ഞ ദിവസം CPI-യിലെ നമ്മുടെ വിനയ് വിശ്വം പറഞ്ഞത് പുറത്തിറങ്ങി നിങ്ങള് എന്തായാലും ഇത് അനുവദനീയമല്ല. ഉൽപാദനം കുറച്ചു കൊണ്ടുവന്ന് മദ്യഷോപ്പുകൾ കുറച്ചു കൊണ്ടുവന്ന് മദ്യമുക്ത കേരളമാക്കി കേരളത്തെ മാറ്റണം എന്നാണ് എനിക്ക് വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഷിജു ഭാസ്കരൻ നമ്മുടെ യൂട്യൂബിൽ പ്രതികരിക്കുന്നു. ദീപു വളരെ നന്നായി കാര്യങ്ങൾ പറഞ്ഞുവെന്ന് ഷിജു ഭാസ്കർ ദീപുവിനെ പിന്തുണയ്ക്കുന്നു. ഏതായാലും കൂടുതൽ കമൻറ്റുകളൊന്നും വായിക്കാൻ സമയമില്ല. നമ്മുടെ യൂട്യൂബിൽ ഈ വിഷയം ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ചയ്ക്ക് വെച്ചിരുന്നു. കേരളത്തിൽ മദ്യ ഉത്പാദനം എതിർക്കേണ്ടതുണ്ടോ എന്നായിരുന്നു ചോദ്യം. 79% ആളുകൾ പക്ഷേ മദ്യം വേണ്ട എന്ന നിലപാടാണ് യൂട്യൂബിൽ വെച്ചത്. ഇവിടെ ഉൽപ്പാദിപ്പിക്കേണ്ട എന്നതാണ്. 21% ആളുകൾക്ക് പക്ഷേ മദ്യം എതിർക്കേണ്ടതില്ല, അത് കുടിക്കുമെങ്കിൽ അത് ഉണ്ടാക്കിക്കോട്ടെ എന്ന നിലപാടാണ് ഉള്ളത്. ഏതായാലും ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. മറ്റൊരു വിഷയവുമായി നാളെ ഉണ്ടാകും. അപ്പോൾ കാണാം. നന്ദി, നമസ്കാരം.